Hello മക്കളെ, വെൽക്കം ടു വിങ്സ് അക്കാഡമീസ് ഓൺലൈൻ ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് 9ാം ക്ലാസ് ബയോളജിയിലെ ഓണം എക്സാമിന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 9ാം ക്ലാസ്സിൽ പുതിയ സിലബസ് ഒക്കെയാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവും, എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക, എങ്ങനെ അതിനെ ആൻസർ ചെയ്യണം, ഭയങ്കര ടെൻഷൻ ഉണ്ടാവുമല്ലോ എല്ലാവർക്കും. ആരും ടെൻഷൻ അടിക്കണ്ട കേട്ടോ, എൻ്റെ മക്കൾ ഒരാളും തന്നെ ടെൻഷൻ അടിക്കണ്ട. കാരണം ടീച്ചർ ഇന്ന് ഇവിടെ പറയുന്ന ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ ബയോളജിയിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങാനായിട്ട് പറ്റും. ഓക്കെ, എങ്ങനെ ആൻസർ ചെയ്യണം, ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക എന്നുള്ളതൊക്കെ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യും. ഈ വീഡിയോ ഫുൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ അധിക സമയമൊന്നും ടീച്ചർ കളയുന്നില്ല, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. അതിന് മുൻപായിട്ട് ടീച്ചർക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും ഇത് കണ്ട് പഠിക്കട്ടെ, അവരുടെ ടെൻഷനും കുറച്ചൊക്കെ കുറയട്ടെ അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ, ഇതെന്തായാലും ചോദിക്കുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും നിർബന്ധമായിട്ട് പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, ഒബ്സർവ് ദ വേർഡ് പെയർ റിലേഷൻ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അതായത് നമുക്ക് ഇവിടെ എന്താ തന്നിരിക്കുന്നത്, ഒരു വേർഡ് പെയർ തന്നിട്ടുണ്ടല്ലേ, ഇതാണ് നമ്മുടെ വേർഡ് പെയർ. ഓക്കെ, ഈ വേർഡ് പെയർ മനസ്സിലാക്കിയിട്ട് അതേപോലെ ഈ അടിയിൽ കാണുന്ന ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം വെജിറ്റബിൾസിൽ കാണുന്ന ഗ്ലൂക്കോസിന്റെ ഫോംസ് ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഓക്കെ, വെജിറ്റബിളിൽ ഗ്ലൂക്കോസിനെ ഏത് രീതിയിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്, വിറ്റാമിൻസ് ആയിട്ടാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് അല്ലേ. ഓക്കെ, വെജിറ്റബിൾസിൽ വിറ്റാമിൻസ് ആയിട്ടാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളതെങ്കിൽ പൾസിൽ എങ്ങനെയായിരിക്കും ഇതിനെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക, എങ്ങനെയായിരിക്കും മക്കളെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക? പൾസിൽ ഇതിനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയാണ് മക്കളെ എന്ത്, പ്രോട്ടീൻസ്. ഏത് രീതിയിലാണ് സ്റ്റോർ ചെയ്തൊക്കെ ഉണ്ടാവുക, പ്രോട്ടീൻസ് ആയിട്ടാണ് കേട്ടോ. ഓക്കെ, ഇതേപോലെ കുറച്ച് ചെടികളിൽ എങ്ങനെയാണ് ഗ്ലൂക്കോസിനെ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളത് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, അത് എന്തായാലും പഠിച്ചു വെക്കാം, ഇമ്പോർട്ടൻറ്റ് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ, അതേപോലത്തെ വേറെ 2 മോഡലും കൂടി ടീച്ചറോട് തന്നിട്ടുണ്ട്, ഒന്ന് ചെയ്തു നോക്കിയാൽ മക്കളെ. എന്താണ് വന്നിരിക്കുന്നത്, ഹൈഡ്രയില് ടെൻഡക്കിൾസ് ആണ് വരുന്നുണ്ടെങ്കിൽ അമീബയിൽ എന്തായിരിക്കും വരുന്നുണ്ടാവുക? ഹൈഡ്രയിൽ നമുക്കറിയാം അവർ ഓർഗാനിസത്തിനെ അല്ലെങ്കിൽ അവരുടെ പ്രേനെ പിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ആ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്, ടെൻഡക്കിൾസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അമീബയിൽ എങ്ങനെയായിരിക്കും അവർ ഓർഗാനിസത്തിനെ പിടിക്കുന്നുണ്ടാവുക? ബൈ യൂസിങ് എന്താണ് മക്കളെ, സ്യൂഡോപോഡിയ. എന്ത് യൂസ് ചെയ്തിട്ടാണ്, സ്യൂഡോപോഡിയ എന്ന് പറയുന്ന സ്ട്രക്ചർ യൂസ് ചെയ്തിട്ടാണ് അല്ലേ. ഓക്കെ, അപ്പോൾ അതും കിട്ടി. ഇനി നോക്കിയേ, മൂന്നാമത്തെ എന്താ തന്നിരിക്കുന്നത്, വൈറ്റ് ബ്ലഡ് സെൽസ് എന്തിനു സഹായിക്കൂടാ, ഇമ്മ്യൂണിറ്റിക്കാണ് നമ്മൾ സഹായിക്കുക അല്ലേ. നമ്മുടെ ബോഡിയിൽ കുറച്ച് വൈറ്റ് ബ്ലഡ് സെൽസ്, ശ്വേത രക്താണുക്കൾ ഉണ്ടാവും അല്ലേ, അതെന്തിനു വേണ്ടിയിട്ട് സഹായിക്കുക, ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ് സഹായിക്കുക. അങ്ങനെയാണെങ്കിൽ പ്ലേറ്റ്ലെറ്റ്സ് എന്തിനു വേണ്ടിയിട്ടായിരിക്കും സഹായിക്കുന്നുണ്ടാവുക? നമുക്കറിയാം അല്ലേ, പ്ലേറ്റ്ലെറ്റ്സ് എന്തിനു വേണ്ടിയിട്ടാണ് മക്കളെ സഹായിക്കേണ്ടാവുക? ബ്ലഡ് ക്ലോട്ടിങ്ങിനാണ് ആര് സഹായിക്കേണ്ടാവുക, പ്ലേറ്റ്ലെറ്റ്സ് സഹായിക്കുന്നുണ്ടാവുക. ബ്ലഡ് ക്ലോട്ട് ചെയ്യാനായിട്ടാണ് പ്ലേറ്റ്ലെറ്റ്സ് നമ്മൾ ഏറ്റവും കൂടുതൽ സഹായിക്കുക. ഓക്കെ അല്ലേ, അപ്പോൾ ഇതൊരു 1 മാർക്കിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷുവർ ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും എന്ത് ചെയ്യുക, പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ, ഗിവൻ ബിലോ ഈസ് എ ഡൗട്ട് ആസ്ക്ഡ് ബൈ എ ചൈൽഡ്, ഇവാലുവേറ്റ് ആൻഡ് കമൻറ്റ് ഓൺ ഇറ്റ്. അതായത് താഴെ നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, അത് ഒരു കുട്ടി ചോദിച്ചിരിക്കുന്ന ഡൗട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഒരു കുട്ടി ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്, ആ ഡൗട്ടിനെ ഇവാലുവേറ്റ് ചെയ്ത് അതിനെ കമൻറ്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എന്താണ് ആ കുട്ടി ചോദിച്ചിരിക്കുന്ന ഡൗട്ട്, ഹൗ ഈസ്, ഇതാണ് ആ ഡൗട്ട് കേട്ടോ മക്കളെ, ഇതാണ് ആ ഡൗട്ട്. എന്ന് വായിച്ചു നോക്കിയേ, ഹൗ ഈസ് ഓക്സിജൻ റിലീസ്ഡ് ഇൻ ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസിലൂടെ എങ്ങനെയാണ് ഓക്സിജൻ റിലീസ് ചെയ്യുന്നത്? എങ്ങനെയായിരിക്കും മക്കളെ ഓക്സിജൻ റിലീസ് ചെയ്യുക? നമുക്കറിയാം അല്ലേ, ഫോട്ടോസിന്തസിസിൽ ലൈറ്റ് ഫേസ് എന്ന് പറഞ്ഞൊരു ഫേസ് നടക്കുന്നുണ്ട്. ഈ ലൈറ്റ് ഫേസിൽ വാട്ടർ മോളിക്യൂൾസ് വരും. ഈ വാട്ടർ മോളിക്യൂൾ നമ്മൾ എന്താ ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ ലൈറ്റ് ഫേസിൽ. ശ്രദ്ധിച്ച് കേട്ടോ മക്കളെ, ലൈറ്റ് ഫേസ് എന്ന് പറഞ്ഞ ഫേസ് നമ്മുടെ ഫോട്ടോസിന്തസിസിൽ നടക്കുന്നുണ്ട്. ഓക്കെ, ഈ ലൈറ്റ് ഫേസിനകത്ത് വാട്ടർ മോളിക്യൂൾസ് എത്തുകയും ഈ വാട്ടർ മോളിക്യൂൾസ് നമ്മൾ 2 ആക്കി സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. വാട്ടർ മോളിക്യൂൾസ് നമ്മൾ എന്തൊക്കെയാക്കിയാൽ മക്കളെ സ്പ്ലിറ്റ് ചെയ്യാറ്? ഹൈഡ്രജൻ ആയിട്ടും സ്പ്ലിറ്റ് ചെയ്യും, ഓക്സിജൻ ആയിട്ടും സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, ഇതിനകത്ത് ഹൈഡ്രജൻ നേരെ എങ്ങോട്ടാ പോവുക? ഹൈഡ്രജൻ നമുക്ക് ആവശ്യമുണ്ടോ? നമുക്ക് ആവശ്യമില്ല. പക്ഷേ ഹൈഡ്രജൻ ആവശ്യമുള്ള ഒരാളാണ് ആരെന്ന് പറഞ്ഞത്, സ്ട്രോമ. ഹൈഡ്രജൻ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആളാണ് ആര് മക്കളെ, സ്ട്രോമ. അപ്പം എന്ത് ചെയ്തു, ഹൈഡ്രജൻ നേരെ സ്ട്രോമയിലോട്ട് പോയി. അപ്പോൾ ഓക്സിജനോ, ഓക്സിജൻ ആ ചെടികൾക്ക് അധികം ആവശ്യമില്ലാത്തതുകൊണ്ട് അയാൾ എന്ത് ചെയ്തു, ചെടിക്കറിയാം അതിന് നമുക്ക് ആവശ്യമൊന്നല്ലേ, അപ്പം എന്ത് ചെയ്തു, ഓക്സിജന് നേരെ അദ്ദേഹം എന്ത് ചെയ്തു, റിലീസ് ചെയ്തു. അങ്ങനെ ഓക്സിജൻ എന്ത് ചെയ്തു, റിലീസായി, അതായത് പുറത്തോട്ട് വിട്ടു. അങ്ങനെയാണ്. അപ്പോൾ നോക്കിയേ, ലൈറ്റ് ഫേസിൽ വാട്ടർ സ്പ്ലിറ്റിങ്ങിലൂടെയാണ് മക്കൾ എന്ത് ചെയ്യുന്നത്, ഓക്സിജൻ റിലീസ് ആവുന്നത്. അപ്പോൾ നോക്കിയാൽ ആ കുട്ടിയുടെ ഡൗട്ട് നമുക്ക് ഇപ്പോൾ തന്നെ തീർത്തു കൊടുക്കാം അല്ലേ. ഓക്കെ, വാട്ടർ മോളിക്യൂൾ പ്രസന്റ് ഇൻ ദ ലൈറ്റ് ഫേസ് സ്പ്ലിറ്റ് ഇൻ ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ.
ഹൈഡ്രജൻ റീച്ചസ് സ്ട്രോമ ആൻഡ് ഓക്സിജൻ ഈസ് റിലീസ്ഡ്. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് മക്കളെ, ഓക്സിജൻ റിലീസ് ആയിട്ട് പോണത്. ഇത്ര എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ മാർക്ക് കിട്ടും കേട്ടോ. ഇതും 1 മാർക്ക് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ അല്ലേടാ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതും നോക്കിയേ, 2 മോഡൽ ടീച്ചറോട് കൊടുത്തിട്ടുണ്ട്. ഇതും നിങ്ങൾ എന്ത് നോട്ട് ചെയ്ത് പോവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. റീറൈറ്റ് ദ സ്റ്റേറ്റ്മെന്റ് സെന്റൻസ് ഇഫ് ദർ എനി മിസ്റ്റേക്സ് ഇൻ ദ അണ്ടർലൈൻഡ് പാർട്ട് ഓഫ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ്. തന്നിരിക്കുന്ന അണ്ടർലൈൻഡ് ആയിട്ടുള്ള പാർട്ടിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് തിരുത്തി എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ തിരുത്ത് മാത്രമല്ല നിങ്ങൾ എഴുതേണ്ടത്, ആ സ്റ്റേറ്റ്മെന്റ് അതേപോലെ എഴുതുക. എന്നിട്ട് എവിടെയാണ് നിങ്ങൾക്ക് തെറ്റുണ്ടായത് ആ ഭാഗം തിരുത്തി അവിടെ പിന്നെയും അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഓക്കെ, അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിന് ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നോക്കിയേ എങ്ങനെ എഴുതേണ്ടതെന്നുള്ള മോഡലാണ് ടീച്ചർ പറഞ്ഞു തരുന്നത് കേട്ടോ. ഇത് തന്നെ ചോദിക്കുന്ന ടീച്ചർ പറഞ്ഞില്ല, പക്ഷെ ഇതേ മോഡലിൽ എന്തായാലും ചോദിക്കും. ഓക്കെ അല്ലേടാ? അപ്പോൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഒന്നാമത്തെ മോഡൽ നോക്കാം കേട്ടോ. എ ക്വസ്റ്റ്യൻ, ദ ഡാർക്ക് ഫേസ് ഈസ് ഡിസ്കവേർഡ് ബൈ ദ സയന്റിസ്റ്റ് മെൽവിൻ കാൽവിൻ. മെൽവിൻ കാൽവിൻ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് ഡാർക്ക് ഫേസ് കണ്ടുപിടിച്ചിട്ടുള്ളത്. നമ്മുടെ ഫോട്ടോസിന്തസിസിൽ ലൈറ്റ് ഫേസ് കൂടാതെ വേറൊരു ഫേസ് കൂടി ഉണ്ട്, അതാണ് എന്ത്, ഡാർക്ക് ഫേസ്. അത് കണ്ടുപിടിച്ച സയന്റിസ്റ്റ് മെൽവിൻ കാൽവിൻ ആണോ മക്കളെ? ആണല്ലേ? അപ്പം അത് ശരിയല്ലേ? ഓക്കെ, എല്ലാം തെറ്റാണെന്നൊന്നുമില്ല കേട്ടോ, ചിലത് ശരിയായിരിക്കും പക്ഷെ ചിലത് തെറ്റായിരിക്കും. ഓക്കെ, അപ്പം ആ തെറ്റുള്ളതിനെ തിരുത്തി എഴുതാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പം അത് ശരിയായതുകൊണ്ട് നമുക്ക് അതിനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പി സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കിയേ. കോക്കനട്ട് ഓയിൽ ആർ ദ എക്സാമ്പിൾസ് ഓഫ് പ്രോട്ടീൻ. കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത് പ്രോട്ടീൻ്റെ എക്സാമ്പിൾ ആണെന്നാണ് പറയണേ. ആണോ മക്കളെ? പ്രോട്ടീൻ്റെ എക്സാമ്പിൾ ആണോ കോക്കനട്ട് ഓയിൽ? അല്ല അല്ലേ? അത് തെറ്റാണ്. കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്ന സാധനം എന്തിൻ്റെ എക്സാമ്പിൾ ആയിട്ടാണ് വരുന്നത് മക്കളെ? ഇറ്റ് ഈസ് ദ എക്സാമ്പിൾ ഓഫ് ഫാറ്റ്. ഫാറ്റിന്റെ എക്സാമ്പിൾ ആരെന്ന് പറഞ്ഞത്? കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ വെറുതെ അവിടെ ഫാറ്റിന് എഴുതി വെക്കല്ല ചെയ്യേണ്ടത്. ഇതേ സ്റ്റേറ്റ്മെന്റ് പിന്നെ എടുത്തെഴുതാ, എന്നിട്ട് അവർ പ്രോട്ടീനിന് പകരം എന്ത് എഴുതണം? ഫാറ്റിന് എഴുതി അത് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ മാർക്ക് കിട്ടും. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ പറയട്ടെ മക്കളെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാവണമെന്നൊന്നുമില്ല. ചിലപ്പോൾ 2 സ്റ്റേറ്റ്മെന്റ് തെറ്റായിരിക്കാം, ചിലപ്പോൾ 3 സ്റ്റേറ്റ്മെന്റ് തെറ്റായിരിക്കാം. അപ്പോൾ എല്ലാ സ്റ്റേറ്റ്മെന്റുകളും വായിച്ചു നോക്കിയിട്ട് എല്ലാം കറക്റ്റ് ആണെന്ന് ഉറപ്പിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാൻ കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റായ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്ത് ചെയ്തു? കറക്റ്റ് ചെയ്തു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയ മക്കളെ, ആനാബോളിസം ഇസ് എ പ്രോസസ് ഓഫ് ബ്രേക്ക് ഡൗൺ ഓഫ് മോളിക്യൂൾസ്. ആനാബോളിസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോളിക്യൂൾസിന്റെ ബ്രേക്ക് ഡൗൺ ആണെന്നാണ് പറയുന്നത്. ആ ഒരു പ്രോസസ്സിനെ പറഞ്ഞ പേരാണ് ആനാബോളിസം. ആണോ? ശരിക്കും പറഞ്ഞാൽ ആനാബോളിസം ആണോ? അത് അല്ല. ആനാബോളിസം എന്ന് വെച്ചാൽ നിങ്ങൾ അപ്പം ആലോചിക്കുക, ആന എന്ന് വെച്ചാൽ വലിയൊരു ജീവിയല്ലേ? അപ്പം ചെറിയ ചെറിയ മോളിക്യൂൾസ് കൂട്ടിച്ചേർത്താണ് ആനേനെ ഉണ്ടാവുക. ഓക്കെ, അപ്പം ചെറിയ ചെറിയ മോളിക്യൂൾസ് കൂട്ടിച്ചേർത്തിട്ടാണ് വലിയ മോളിക്യൂൾസ് ഉണ്ടാവുക. അപ്പം അത് ആനാബോളിസം ആണ്. പക്ഷെ ഇവിടെ എന്താ, ബ്രേക്ക് ഡൗൺ അല്ലേ പറഞ്ഞേക്കണേ? കൂട്ടിച്ചേർത്ത ബ്രേക്ക് ഡൗൺ ആവോ? അല്ല. അപ്പം ആനാബോളിസം അല്ല ബ്രേക്ക് ഡൗൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആനാബോളിസം ഇസ് ദ എന്താണ്, സ്മോളർ മോളിക്യൂൾസ് ആർ കമ്പൈൻഡ് ടു ഫോം ലാർജർ മോളിക്യൂൾസ് ആണ് എന്ത്, ആനാബോളിസം. പക്ഷെ ഇവിടെ അതാണോ കൊടുത്തേക്കണേ? അല്ല, ബ്രേക്ക് ഡൗൺ ആണ് കൊടുത്തേക്കണേ. അപ്പം നിങ്ങൾ പറഞ്ഞ മക്കളെ, ബ്രേക്ക് ഡൗൺ ഓഫ് മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ ആനാബോളിസം ആണോ? അല്ല, അത് തെറ്റാണ്. അപ്പോൾ അവിടെ എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? അവിടെ നിങ്ങളത് വെട്ടി എന്ത് എഴുതണം അവിടെ മക്കളെ? കാറ്റാബോളിസം എന്ന് എഴുതണം. എന്ത് എഴുതണം മക്കളെ? കാറ്റാബോളിസം കേട്ടോ. കാറ്റാബോളിസം ആണ് ബ്രേക്ക് ഡൗൺ ഓഫ് മോളിക്യൂൾ എന്ന് പറഞ്ഞത്. അങ്ങനെ കാറ്റാബോളിസം എഴുതിയിട്ട് എന്ത് ചെയ്യണം? അവിടെ അണ്ടർലൈൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ അതും നിങ്ങൾക്ക് എന്തായി? കറക്റ്റായി. അപ്പോൾ നോക്കിയ മക്കളെ, ഒന്നാമത്തെ മോഡലിൽ 2 ആൻസേഴ്സ് ആയിരുന്നു തെറ്റ്. അങ്ങനെ എഴുതി കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് അവിടെ എന്ത് കിട്ടുള്ളൂ? 1 മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ശരിക്കും വായിച്ച് നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? പോകാനായിട്ട് കേട്ടോ. ഓക്കെ, അതേപോലെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പിന്നെ തന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് വായിച്ച് നോക്കിയ മക്കളെ. പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ദ ടങ് അലോ ദ ഫുഡ് മൂവ് ഓവർ ദ നേസൽ ക്യാവിറ്റി ഇൻ ടു ഈസോഫാഗസ്. അതായത് നമ്മുടെ ടങ്ങിന്റെ പോസ്റ്റീരിയർ പാർട്ടിൽ നിന്നും ഫുഡിനെ മൂവ് ചെയ്യിക്കാൻ, ഈസോഫാഗസിലോട്ട് മൂവ് ചെയ്യിക്കുമ്പോൾ അത് എന്തിൻ്റെയോ മുകളിൽ കൂടെ തട്ടിയിട്ടാണ് പോവാറല്ലേ? അത് നേസൽ ക്യാവിറ്റിയുടെ മുകളിലാണോ തട്ടാറ്? അല്ല, അത് തെറ്റാണ്. നേസൽ ക്യാവിറ്റി അല്ല. പിന്നെ ആരുടെ മുകളിൽ കൂടെ മക്കൾ തട്ടാറ്? അത് പോണ വഴി എപ്പിഗ്ലോട്ടീസിന്റെ മുകളിലാണ് തട്ടാറ് അല്ലേ? ആരുടെ മുകളിലാണ് മക്കളെ? എപ്പിഗ്ലോട്ടീസ്. അപ്പം എന്ത് ചെയ്യുക? അവിടെ എപ്പിഗ്ലോട്ടീസ് എന്ന് എഴുതിയിട്ട് അണ്ടർലൈൻ ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ നോക്കിയേ, എ ക്വസ്റ്റ്യൻ ശരിയാക്കി. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ, പാലറ്റ് ക്ലോസസ് നേസൽ ക്യാവിറ്റി ദാറ്റ് ഓപ്പൺസ് ഇൻ ടു ഫാരിങ്സ്. ഫാരിങ്സിലോട്ട് ഓപ്പൺ ചെയ്യുന്ന നേസൽ ക്യാവിറ്റിനെ ക്ലോസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ആളിനാര്? പാലറ്റ്. പാലറ്റ് ആണോ അതിന് സഹായിക്കുക? അല്ല, അതും തെറ്റാണ് അല്ലേ? അപ്പോൾ ആരാ മക്കളെ അതിനെ സഹായിക്കുന്നത്? നമ്മളാ ആരതിനെ നേസൽ ക്യാവിറ്റിനെ ക്ലോസ് ചെയ്യാൻ സഹായിക്കുന്ന ആളിനായിരുന്നു പറഞ്ഞത്? ഉവ്വുള. ആരാ അതിനെ സഹായിക്കുക? ഉവ്വുള. അപ്പോൾ അവിടെ ഉവ്വുള എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യണം? അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അപ്പോൾ അതും ശരിയാക്കി. ഇനി മൂന്നാമത്തെ നോക്കിയേ, ട്രക്കിയ റൈസസ് അപ്പ് ആൻഡ് ക്ലോസ്ഡ് ബൈ എപ്പിഗ്ലോട്ടിസ്.
ട്രക്കിയനെ തുറക്കാനും അടയ്ക്കാനും സഹായിക്കുന്നത് എപ്പിഗ്ലോട്ടിസ് ആണെന്നാണ് പറയുന്നത്. ശരിയാണോ അത്? അത് ശരിയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ള മക്കൾക്ക് മനസ്സിലായില്ലേടാ? ഇങ്ങനെ ചെയ്താൽ 1 മാർക്ക് ക്വസ്റ്റ്യൻ അല്ല 1 മാർക്ക് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഓക്കെ അല്ലേടാ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയി. Plants are also known as the protectors of biosphere. ചെടികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബയോസ്ഫിയർ എന്ന് വെച്ചാൽ നമ്മുടെ ഭൂമിയുടെ മക്കളെ, ഭൂമിയെ നമ്മൾ പറഞ്ഞ പേരാണ് ബയോസ്ഫിയർ. ഭൂമിയെ സംരക്ഷിക്കുന്ന ആൾക്കാരാണ് ആരെന്ന് പറഞ്ഞത്? ചെടികൾ അല്ലെങ്കിൽ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഡു യു എഗ്രി വിത്ത് ദി സ്റ്റേറ്റ്മെന്റ്? നിങ്ങൾ ഈ പ്രസ്താവനയോട് യോജിക്കുന്നുണ്ടോ? മക്കൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഈ ഡു യു എഗ്രി വിത്ത് ദി സ്റ്റേറ്റ്മെന്റ് എന്നുള്ള ക്വസ്റ്റ്യൻ വിട്ടുകളയരുത് കേട്ടോ. അതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അപ്പം നിങ്ങളവിടെ യെസ് ഓർ നോ എന്തായാലും എഴുതണം. കാരണം അങ്ങനെ എഴുതുന്നതിനാണ് 1 മാർക്ക്. ഓക്കെ, ഇതൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് 1 മാർക്ക് ഈ യെസ് ഓർ നോ എഴുതുന്നതിനാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പ്ലാന്റ്സ് ആർ ഓൾസോ നോൺ ആസ് എ പ്രൊട്ടക്ടേഴ്സ് ഓഫ് ബയോസ്ഫിയർ. നിങ്ങൾ ഈ പ്രസ്താവനയോട് യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നുണ്ടല്ലേ? കാരണം ചെടികൾ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാറില്ലേ? അപ്പോൾ യെസ് കൊടുക്കുക. യെസ് കൊടുത്തിട്ട് എന്നിട്ടാണ് നമ്മളോട് ചോദിച്ചാൽ ഗീവ് റീസൺ, അതിൻ്റെ കാരണം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് മക്കളെ കാരണം? കാരണം നമുക്കറിയാം ചെടികൾ നമുക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യാറുണ്ട് അല്ലേ? ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള സഹായങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ച് എന്ത് ചെയ്യുക? എടുത്തെഴുതാം. എല്ലാം ഒന്നും എഴുതണ്ട, കാരണം 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് 1 മാർക്ക് ഓൾറെഡി കഴിഞ്ഞു. ബാക്കി വരുന്ന 1 മാർക്ക് അല്ലെങ്കിൽ 1.5 മാർക്കിന് വേണ്ടിയിട്ടുള്ളത് നിങ്ങൾ എഴുതിയാൽ മതി. കുറച്ച് പോയിന്റ്സ് എഴുതിയാൽ മതി കേട്ടോ. ടീച്ചർ എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ട് അല്ല പോയിന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കിയേ. യെസ് അവിടെ ടീച്ചർ അപ്പോൾ എഴുതിയിട്ടുണ്ടല്ലേ? യെസ് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് എന്തായാലും എഴുതണം കേട്ടോ. ഓക്കെ, എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് പ്ലാന്റ്സ് ആർ ആക്ട് ആസ് പ്രൊട്ടക്ടേഴ്സ് ഓഫ് ബയോസ്ഫിയർ ബൈ അബ്സോർബിങ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്ത് സഹായിക്കാറുണ്ട്. പ്രൊഡ്യൂസിങ് ഓക്സിജൻ, പ്രൊവൈഡിങ് ഹാബിറ്റേറ്റ് ആൻഡ് ഫുഡ്. ഹാബിറ്റേറ്റ് എന്ന് വെച്ചാൽ വേറൊന്നുമില്ല മക്കളെ, വാസസ്ഥലം. അതായത് എല്ലാ ഓർഗാനിസത്തിനും താമസിക്കാൻ ചെടികൾ സ്ഥലം കൊടുക്കാറില്ലേ? അതാണ് എന്തെന്ന് പറഞ്ഞത്? നമ്മുടെ വാസസ്ഥലം എന്ന് പറയുന്നത്. അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത്? ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കൺസർവിങ് സോയിൽ, മണ്ണിനെ സംരക്ഷിക്കുന്നുണ്ട്. സപ്പോർട്ടിങ് ബയോഡൈവേഴ്സിറ്റി, റെഗുലേറ്റിംഗ് ക്ലൈമറ്റ്, കൺട്രോളിങ് പൊല്യൂഷൻ. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. അതായത് കുറച്ച് പോയിന്റ്സ് നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ. മാർക്കിനനുസരിച്ച് വേണം എപ്പോഴും എഴുതാനായിട്ട്. ഓക്കെ അല്ലേടാ? അടുത്ത ദിവസം നോക്കിയേ. ലിസ്റ്റ് ഔട്ട് എനി 4 ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് മാംഗ്രൂവ് ഫോറസ്റ്റ്. മാംഗ്രൂവ് ഫോറസ്റ്റിന്റെ ഏതെങ്കിലും 4 ഇമ്പോർട്ടൻസ് എഴുതാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം മാംഗ്രൂവ് ഫോറസ്റ്റ് എന്ന് വെച്ചാൽ എന്താ മക്കളെ? കണ്ടൽ കാടുകളാണ് അല്ലേ? അപ്പോൾ കണ്ടൽ കാടുകൾ നമ്മൾക്ക് ചെയ്യുന്ന സഹായങ്ങൾ, അതല്ലെങ്കിൽ അവർ ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് ഒരു 4 പോയിന്റ്സ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഒരു 4 പോയിന്റ്സ് എങ്കിലും നിങ്ങൾ മിനിമം പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. ഓക്കെ, 1 മാർക്കിന് ചോദിക്കാം, 2 മാർക്കിന് ചോദിക്കാം, 3 മാർക്കിന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഏത് മാർക്കിന് ചോദിച്ചാലും നിങ്ങൾ എന്ത് എഴുതണം? പറയുന്ന പോയിന്റ്സ് അത്ര എഴുതാം. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ നോക്കിയാൽ അതിൻ്റെ കുറച്ച് പോയിന്റ്സ് ടീച്ചറോട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മക്കളെ എന്തൊക്കെ പോയിന്റ്സ് ആണ് ടീച്ചർ കൊടുത്തിട്ടുള്ളത്? എ സോഴ്സ് ഓഫ് ഫിഷ് വെൽത്ത്, അതായത് എന്താണ്? ചെടികളുടെ വെൽത്തിൻ്റെ ആയിട്ടുള്ളൊരു സോഴ്സ് ആണ്. അതേപോലെ തന്നെ സ്റ്റോർ ഹൗസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, അതേപോലെ തന്നെ മണ്ണിനെ സംരക്ഷിക്കും, കൺസർവേഷൻ ഓഫ് കോസ്റ്റൽ സോയിൽ. അതേപോലെ നമ്മുടെ ഭൂമിയിലുള്ള ചെടികളെക്കാട്ടിയും മരങ്ങളെക്കാട്ടിയും 4-5 ടൈംസ് കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന സാധനത്തിനെ തടയുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്? സുനാമി എന്ന് പറഞ്ഞ ആ ഒരു സംഭവം ഇവിടെ തടയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് പഠിച്ചു വെക്കാം. 4 പോയിന്റ്സ് മിനിമം പഠിച്ചു വെക്കണം കേട്ടോ. ഇതിപ്പോൾ എത്ര പോയിന്റ്സ് ഉണ്ട്? 5 പോയിന്റ്സ് ഉണ്ട്. 4 എണ്ണം എന്തായാലും പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, ഇനി അടുത്തെന്താ പറഞ്ഞേക്കുന്നത്? ഇതൊരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഏറ്റവും വലിയ മാർക്കിന് ചോദിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ എനി 3 പ്രോസസ്സസ് ദാറ്റ് ഫെസിലിറ്റേറ്റ് ട്രാൻസ്പോർട്ട് ഓഫ് മെറ്റീരിയൽസ് അക്രോസ് ദ സെൽ മെംബ്രെയിൻ. അതായത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ സെല്ലുകൾ. ഓക്കെ, ഇതൊരു സെല്ലാന്ന് വിചാരിക്കുക. ഈ സെല്ലിൻ്റെ ഉള്ളിലോട്ടും പുറത്തോട്ടും മെറ്റീരിയൽസിനെ കൊണ്ടുവരാൻ, ട്രാൻസ്പോർട്ട് ചെയ്യിക്കാൻ സഹായിക്കുന്ന ഏതെങ്കിലും 3 പ്രോസസ്സിനെ കുറിച്ച് എഴുതാനാണ്, എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. വിത്ത് എക്സാമ്പിൾ അടക്കം വേണം. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കറിയാം 4 പ്രോസസ്സാണ് നമ്മൾ മൊത്തത്തിൽ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അതിനകത്ത് ഏതെങ്കിലും 3 എണ്ണത്തിനെ കുറിച്ച് എഴുതാനാണ്, ഡീറ്റെയിൽ ആയിട്ട് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിന് മുൻപ് നമുക്ക് ഏതൊക്കെയാണ് 4 പ്രോസസ്സ് എന്നുള്ളതൊന്ന് പേരുകൾ നോക്കിയാലോ മക്കളെ? ഒന്ന് നിങ്ങൾ ഇപ്പം തന്നെ കണ്ടിട്ടുണ്ടാവും. ഒന്നാമത്തെ പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്? ഓസ്മോസിസ്. രണ്ടാമത്താണ് എന്തെന്ന് പറയുന്നത്? ഡിഫ്യൂഷൻ. മൂന്നാമത്താണ് എന്തെന്ന് പറയുന്നത്? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. നാലാമത്താണ് എന്തെന്ന് പറയുന്നത്? ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഓക്കെ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്.
അപ്പോൾ ഇതാണ് 4 പ്രോസസ്സ് നമുക്കുള്ളത്. ഓക്കെ, ഇതിനകത്ത് ഏതെങ്കിലും 3 പ്രോസസ്സുകളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ. മക്കളെ, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഡൗട്ട് അടിക്കരുത്. 2 പ്രാവശ്യമെങ്കിലും ആ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് അർത്ഥം മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. ഇപ്പോൾ ടീച്ചർ പറഞ്ഞപ്പോൾ എന്താണ്, ടീച്ചർ അതിൻ്റെ മലയാളം നേരെ കൺവേർട്ട് ചെയ്ത് പറഞ്ഞപ്പോഴാണ് ആ പ്രോസസ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഏകദേശം ഐഡിയ കിട്ടിയത്. അപ്പോൾ നിങ്ങളും അതേപോലെ തന്നെ അതിൻ്റെ മലയാളം, അതിൻ്റെ അർത്ഥം ആലോചിച്ച് എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് 4 എണ്ണം ഉണ്ട്. ഏതെങ്കിലും 3 എണ്ണം എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. ഓക്കെ, ടീച്ചർ തൽക്കാലത്തെ 4 എണ്ണം അവിടെ എഴുതി വെച്ചിട്ട് പെട്ടെന്ന് പറഞ്ഞു പോവാം. ഒന്നാമത്താണ് എന്ത് പറയുന്നത്, ഓസ്മോസിസ്. ഒന്നാമത്തെ പ്രോസസ് ആണ് മക്കളെ എന്ത്, ഓസ്മോസിസ്. ഓക്കെ, ഓസ്മോസിസ് ഇസ് ദ മൂവ്മെന്റ് ഓഫ് വാട്ടർ മോളിക്യൂൾ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചേക്കാം. ഓക്കെ, വാട്ടർ മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്, ഓസ്മോസിസ് എന്ന് പറയുന്നത് കേട്ടോ. ഓസ്മോസിസ് ഇസ് ദ മൂവ്മെന്റ് ഓഫ് വാട്ടർ മോളിക്യൂൾ ഫ്രം ഇറ്റ്സ് റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ. അതായത് കോൺസെൻട്രേഷൻ കൂടുതൽ എവിടെയാണോ, ഇവിടെ ഇപ്പോൾ കോൺസെൻട്രേഷൻ കൂടുതലല്ലേ മക്കളെ, പിങ്ക് മോളിക്യൂളിന്റെ കോൺസെൻട്രേഷൻ കൂടുതലല്ലേ, അല്ലേ? ആ കൂടിയ സ്ഥലത്ത് നിന്നും കോൺസെൻട്രേഷൻ കുറഞ്ഞ സ്ഥലത്തോട്ട് നോക്കി. ഇവിടെ പിങ്ക് മോളിക്യൂളിന്റെ കോൺസെൻട്രേഷൻ കുറവല്ലേ, അങ്ങോട്ട് എന്ത് ചെയ്യുന്നു, മോളിക്യൂൾസ് മൂവ് ചെയ്ത് പോകുന്നു. ഓക്കെ, അങ്ങനെ പോകുന്ന ആ പ്രോസസ്സിനെ പറഞ്ഞ പേരാണ് എന്ത്, ഓസ്മോസിസ്. എന്താ പറഞ്ഞത്, ഓസ്മോസിസ്. വെറുതെ മൂവ് ചെയ്ത് പോവാണ് ചെയ്യുന്നത് അല്ല, ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം കേട്ടോ. ഈ 2 പോയിന്റ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കാം. ഓക്കെ, ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. അതായത് നടുവിൽ നിൽക്കാൻ എന്തുണ്ടാവും, ഒരു മെംബ്രെയിൻ ഉണ്ടാവും. ആ മെംബ്രെയിൻ്റെ ഉള്ളിൽ കൂടെ വാട്ടർ മോളിക്യൂൾസിനെ കൂടിയ സ്ഥലത്ത് നിന്നും കുറഞ്ഞ സ്ഥലത്തോട്ട് എന്ത് ചെയ്യുക, കൊണ്ടുപോകാം. ഓക്കെ, ഇതാണ് ഓസ്മോസിസ് എന്ന് പറഞ്ഞത്. അതിൻ്റെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഫ്ലോ ഓഫ് വാട്ടർ മോളിക്യൂൾസ്. ഇനി നിങ്ങൾക്ക് കിട്ടില്ലേ ഫ്ലോ ഓഫ് എന്താണ്, സോൾട്ട് വാട്ടർ. ഓക്കെ, ഫ്രം മാംഗോ. മാംഗോയിൽ അല്ല, ഫ്ലോ ഓഫ് മോളിക്യൂൾ ഫ്രം മാംഗോ. അതായത് ഉപ്പുവെള്ളത്തിൽ മാങ്ങയൊക്കെ ഇട്ടേക്കൂലേ, അത് ശരിക്കും പറഞ്ഞാൽ ഓസ്മോസിസ് ആണ്. ഓക്കെ, മാങ്ങയുടെ ഉള്ളിലുള്ള സാധാരണ നോർമൽ വാട്ടർ എന്ത് ചെയ്യുന്നു, ഉപ്പുവെള്ളത്തിലോട്ട് പോകുന്നു. കാരണം മാങ്ങയുടെ ഉള്ളിൽ പച്ചവെള്ളത്തിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്, ഉപ്പുവെള്ളത്തിലോ സാധാരണ വെള്ളത്തിന്റെ കോൺസെൻട്രേഷൻ കുറവാണ്. അപ്പോൾ കൂടിയ സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്തു, കുറഞ്ഞ സ്ഥലത്തോട്ട് മാങ്ങയുടെ ഉള്ളിൽ കൂടെ എന്ത് ചെയ്യുന്നു, വാട്ടർ മോളിക്യൂൾ പോകുന്നു. അതും എന്ത് ഓസ്മോസിസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് ഓസ്മോസിസ് എന്നുള്ളത് ജസ്റ്റ് പഠിച്ചു വെക്കാം. ഓക്കെ, അടുത്താണ് എന്തെന്ന് പറയുന്നത്, ഡിഫ്യൂഷൻ. രണ്ടാമതാണ് മക്കൾ എന്ത്, ഡിഫ്യൂഷൻ. അവിടെ വാട്ടർ മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് ആണെങ്കിൽ ഇവിടെ അതർ മോളിക്യൂൾസ്, വെള്ളമല്ലാത്ത ബാക്കിയുള്ള മോളിക്യൂൾസിന്റെ മൂവ്മെന്റിനെ പറഞ്ഞ പേരാണ് എന്ത്, ഡിഫ്യൂഷൻ. അതേപോലെ തന്നെ ഇത് ഡസ് നോട്ട് റിക്വയർ എനർജി. ഇതിന് എന്ത് വേണ്ട മക്കളെ, എനർജി ഒന്നും വേണ്ട. ഓക്കെ, ഇനി എവിടെ നിന്ന് എങ്ങോട്ടാണ് മോളിക്യൂൾസ് മൂവ് ചെയ്യണമെന്ന് വെച്ചാൽ എന്ത് പറയും, നോക്കിയേ, ഇതിപ്പോൾ ഒരു സെൽ മെംബ്രെയിൻ ആണെന്ന് വിചാരിക്കും. ഇതൊരു സെൽ മെംബ്രെയിനാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, ആ സെൽ മെംബ്രെയിൻ്റെ മുകളിൽ മോളിക്യൂൾസിൻ്റെ കോൺസെൻട്രേഷൻ എന്താണ് മക്കളെ, കൂടുതലാണല്ലേ. അപ്പോൾ നോക്കിയേ, കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്ത് നിന്നും കോൺസെൻട്രേഷൻ കുറഞ്ഞ സ്ഥലത്തോട്ട് തന്നെയാണ് ആരും പോണത്, ഡിഫ്യൂഷനും പോകുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഇത്രയേ ഉള്ളൂ വ്യത്യാസം. ഓസ്മോസിസും ഡിഫ്യൂഷനും തമ്മിലുള്ള വ്യത്യാസം ഇത്രയേ ഉള്ളൂ. അവിടെ വാട്ടർ മോളിക്യൂളിൻ്റെ മൂവ്മെൻ്റ് ആണ് ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഇവിടെയോ അതർ മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് ആണ് എന്ത്, ഡിഫ്യൂഷൻ. ഓക്കെ അല്ലേ പറഞ്ഞത്, എവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നുള്ളതൊക്കെ സെയിം ആണ് കേട്ടല്ലോ. ഞാൻ എക്സാമ്പിൾ ചോദിച്ചാൽ എന്ത് പറഞ്ഞോ മക്കളെ, വാട്ടർ ഒഴുകി ബാക്കി എന്തും പറയാം, ഫ്ലോ ഓഫ് ഓക്സിജൻ. പറ മനസ്സിലായില്ലേ. ഇനി അടുത്താണ് എന്ന് പറയുന്നത്, ഇവിടെ പേര് കൊടുത്തിട്ടുണ്ട്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് വെച്ചാൽ വേറൊന്നുമില്ല മക്കളെ, നമ്മുടെ സെൽ മെംബ്രെയിൻ്റെ പുറത്ത് നിന്നും എന്ത് ചെയ്യുന്നു, മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് തന്നെയാണ് അവിടെ ഉദ്ദേശിച്ചേക്കുന്നത് കേട്ടോ. മോളിക്യൂൾസിന് അതേ മൂവ്മെന്റ് തന്നെയാണ്. കൂടിയ സ്ഥലത്ത് നിന്നും എങ്ങോട്ട് പോകുന്നു, കുറഞ്ഞ സ്ഥലത്തോട്ട് തന്നെയാണ് ഇവിടെ മോളിക്യൂൾസ് പോകുന്നത്. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇടയിൽ നിൽക്കാൻ ഒരു ഇടനിലക്കാരൻ വേണം. ഇടയിൽ നിൽക്കാനായിട്ടൊരു മാനേജർ ഇവിടെ എപ്പോഴും വേണം. ഓക്കെ, ആ മാനേജറാണ് മക്കളെ ആര്, കാരിയർ പ്രോട്ടീൻസ്. ഓക്കെ, നമ്മുടെ സെൽ മെംബ്രെയിൻ്റെ ഇടയിൽ കുറച്ച് കാരിയർ പ്രോട്ടീൻസ് ഉണ്ടാവും. ആ കാരിയർ പ്രോട്ടീൻസ് ആണ് എന്ത് ചെയ്യുന്നത്, കൂടിയ സ്ഥലത്ത് നിന്നും കുറഞ്ഞ സ്ഥലത്തോട്ട് മോളിക്യൂൾസ് എന്ത് ചെയ്യുക, കൊണ്ടുപോവുക. ഓക്കെ അല്ലേ. ഇവിടെയും എന്ത് വേണ്ടടാ, ഡസ് നോട്ട് റിക്വയർ എനർജി ആൻഡ് ഇറ്റ് ടേക്ക് പ്ലേസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സർട്ടൻ പ്രോട്ടീൻസ് അല്ലെങ്കിൽ കാരിയർ പ്രോട്ടീൻസ്. ഓക്കെ, കാരിയർ പ്രോട്ടീൻസിന്റെ സഹായത്തോടു കൂടി കൂടിയ സ്ഥലത്ത് നിന്നും കുറഞ്ഞ സ്ഥലത്തോട്ട് എന്ത് ചെയ്യുന്നു, മോളിക്യൂൾസ് മൂവ് ചെയ്തു പോകുന്നു. എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലോ ഓഫ് ഗ്ലൂക്കോസ്. ഓക്കെ അല്ലേ പറഞ്ഞത്. ഇനി അടുത്താണ് ആരെന്ന് പറഞ്ഞത്, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഈ 3 ആൾക്കാരിൽ നിന്നും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, കാരണം നമുക്കറിയാം ഓസ്മോസിസ് ആയിക്കോട്ടെ, ഡിഫ്യൂഷൻ ആയിക്കോട്ടെ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആയിക്കോട്ടെ, മോളിക്യൂൾസ് എങ്ങനെ നീങ്ങുന്നത്, ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ ആണല്ലേ. പക്ഷെ ഇവിടെ മാത്രം വ്യത്യാസം ഉണ്ടടാ. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോവർ കോൺസെൻട്രേഷനിൽ നിന്നും
കുറഞ്ഞ കോൺസെൻട്രേഷനിൽ നിന്നും കൂടിയ കോൺസെൻട്രേഷനിലോട്ടായിരിക്കും മോളിക്യൂൾസ് എപ്പോഴും എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്ത് പോവുക. ഓക്കെ, കുറഞ്ഞ സ്ഥലത്ത് നിന്നും കൂടിയ സ്ഥലത്തോട്ടാണ് മോളിക്യൂൾസ് എപ്പോഴും എന്ത് ചെയ്യുക മക്കളെ, നീങ്ങിപ്പോകുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കാരിയർ പ്രോട്ടീൻസ്. ഇവിടെ ആര് വേണം, കാരിയർ പ്രോട്ടീൻസ് വേണം. ഓക്കെ, പിന്നെ ഇവർ തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് രണ്ടുപേരും കാരിയർ പ്രോട്ടീൻസ് ഉണ്ട്. ഈ കാരിയർ പ്രോട്ടീൻസിന് എനർജി വേണ്ട ആവശ്യമില്ല. ഓക്കെ, ഈ കാരിയർ പ്രോട്ടീൻസിന് എന്ത് വേണ്ട മക്കളെ, എനർജി വേണ്ട. പക്ഷെ ഇവിടെ എന്ത് വേണം, എനർജി വേണം. ഇവിടെ എനർജി ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുള്ളൂ, മോളിക്യൂൾസിനെ കൊണ്ടുപോകാനായിട്ട് സഹായിക്കും. ഓക്കെ അല്ലേ പറഞ്ഞത്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനർജി റിക്വയറിംഗ് പ്രോസസ് ആണ് ദാറ്റ് ടേക്ക് പ്ലേസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കാരിയർ പ്രോട്ടീൻസ്. ഓക്കെ, എവിടെ നിന്ന് എങ്ങോട്ടാ പോവാ, ലോവർ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷൻ. നാലും നല്ല അടിപൊളിയായിട്ട് പഠിച്ചു വെക്കാവുന്നേ ഉള്ളൂ. ഈസിയാണ്, സിമ്പിളാണ് കേട്ടാ. ഒന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, താനേ ഓർത്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ പറഞ്ഞത്. ഈ 4 പ്രോസസ്സും ഒക്കെ അല്ലേ. നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്, 3 എഴുതാനാ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഏറ്റവും എളുപ്പമുള്ള 3 എഴുതാം കേട്ടോ. ഏറ്റവും കൂടുതൽ കിട്ടുന്നത്, ഡൗട്ട് അടിച്ച് എഴുതരുത്, ഏറ്റവും കൂടുതൽ കിട്ടുന്ന 3 പ്രോസസ്സ് എഴുതി വെക്കാം കേട്ടോ. ഓക്കെ, ഇതിൻ്റെ എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഫ്ലോ ഓഫ് സോൾട്ടുകളുടെ മൂവ്മെന്റ് ആണ് ഇവിടെ നടക്കാറ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ, ഐഡന്റിഫൈ ദ ബ്ലഡ് വെസൽ ഗിവൺ ബിലോ, റൈറ്റ് ഇറ്റ്സ് നെയിം ആൻഡ് ഫംഗ്ഷൻ. അതായത് ഇവിടെ ഒരു ബ്ലഡ് വെസൽ കൊടുത്തേക്കാൻ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ബ്ലഡ് വെസൽ. ഇതിന്റെ പേരും ഫംഗ്ഷനും എഴുതാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ പറ മക്കളെ, എന്താണിത്, ഈ കൊടുത്തേക്കുന്ന ബ്ലഡ് വെസൽ ഏതാണെന്ന് നമുക്ക് കണ്ടാൽ തിരിച്ചറിയാവുന്നതേ ഉള്ളൂ അല്ലേ. നിങ്ങൾ ആകെപ്പാടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് മക്കളെ, ഇവിടെ വാൽവുകൾ ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഓക്കെ, ഇവിടെ 3 വാൽവുകൾ അല്ലെങ്കിൽ 3 അറകൾ നിങ്ങൾ കാണുന്നുണ്ട് അല്ലേ. അങ്ങനെ അറകൾ കണ്ടാൽ അതിനർത്ഥം അതെന്താണത്, ഇറ്റ് ഈസ് വെയിൻ ആണ് കേട്ടോ. ഓക്കെ അല്ലേടാ, അത് വെയിൻ ആണ്. വെയിൻസിന് മാത്രമാണ് എന്തുണ്ടാവുക, വാൽവുകൾ ഉണ്ടാവുക. ഓക്കെ അല്ലേ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആർട്ടറിയാണ് മനസ്സിലാക്കണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര നോക്കിയാൽ മതി. ആർട്ടറിയുടെ വാൾ എന്ന് വെച്ചാൽ നല്ല കട്ടിയുള്ള വാളായിരിക്കും, നല്ലോണം തിക്കായിട്ടുള്ള വാളായിരിക്കും. അത് നോക്കിയാൽ മതി. ഇനിയിപ്പോൾ കാപ്പിലറിയാണ് മനസ്സിലാക്കണമെങ്കിലോ, കാപ്പിലറി ഏറ്റവും സിമ്പിളാണ് മനസ്സിലാക്കാനായിട്ട് അല്ലേ. ഒരു സിംഗിൾ ലെയർ ഓഫ് സെല്ല് കൊണ്ടായിരിക്കും അത് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഓക്കെ, സിംഗിൾ ലെയർ ഓഫ് സെല്ലുകൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള വാളായിരുന്നു പറയുന്നത് കാപ്പിലറി എന്ന് പറഞ്ഞത് അല്ലേ. എളുപ്പമായിട്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാരാണെന്ന് മനസ്സിലായി, വെയിൻ ആണെന്ന് മനസ്സിലായി. ആൻഡ് റൈറ്റ് ഇറ്റ്സ് ഫങ്ഷൻസ് ഓൾസോ, ഫംഗ്ഷൻ എഴുതാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫംഗ്ഷൻ എഴുതിയാലോ മക്കളെ, ടീച്ചറോട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെയിൻ ആണ് തന്നിരിക്കുന്നത്, അതിൻ്റെ വാൾ ഭയങ്കര തിന്നാണ്. ബ്ലഡ് തിന്നായതുകൊണ്ട് തന്നെ ബ്ലഡ് എങ്ങനെ ഒഴുകുക, ലോ പ്രഷറിലും ലോ സ്പീഡിലും ആയിരിക്കും. പിന്നെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ വാൽവുകൾ കാണാനായിട്ട് പറ്റും. ഇനി എവിടെ നിന്ന് എങ്ങോട്ടാ ബ്ലഡ് കൊണ്ടുപോകണത്, ബോഡിയിൽ നിന്നും, നമ്മുടെ ബോഡിയുടെ പല ഭാഗത്തു നിന്നും ഹാർട്ടിലോട്ടാണ് മക്കളെ ആര് ബ്ലഡ് കൊണ്ടുപോകണത്, നമ്മുടെ വെയിൻസ് ബ്ലഡ് കൊണ്ടുപോകട്ടാ. ക്യാരി ബ്ലഡ് ടു ഹാർട്ട്. ഓക്കെ അല്ലേ പറഞ്ഞതരാ. ഓക്കെ, ഇതേപോലെ തന്നെ മറ്റ് 3 ചോദിക്കാം കേട്ടോ. ഏത്, ആർട്ടറിയും ചോദിക്കാം, കാപ്പിലറിയും ചോദിക്കാം, ഏത് വേണമെങ്കിലും ചോദിക്കാം. ചോദിച്ചാൽ കിട്ടാൻ പറ്റണം അല്ല, എഴുതാൻ പറ്റണം. ഓക്കെ, കിട്ടാനല്ല എഴുതാൻ പറ്റണം. ഓക്കെ അല്ലേ. ഓക്കെ, അടുത്തത് നോക്കിയാൽ മക്കളെ, എക്സ്പ്ലെയിൻ ദ ടേംസ് എക്സ്പ്ലെയിൻ ചെയ്യാനാ പറഞ്ഞേക്കുന്നത്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അല്ലെങ്കിൽ 4 മാർക്കിനായിട്ടും ചോദിക്കാറുണ്ട്. പക്ഷെ 4 മാർക്കിനെക്കാട്ടി കൂടുതൽ ചാൻസ് 2 മാർക്കായിട്ട് ചോദിക്കാനാണ് കേട്ടോ. പഠിച്ചു വെക്കാം. ഏതൊക്കെയാണ്, ECG, പെരികാർഡിയം, ഹാർട്ട് റേറ്റ്, പേസ് മേക്കർ. 4 ഷോർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ്, സിമ്പിൾ ആയിട്ട് എഴുതാവുന്നതേ ഉള്ളൂ കേട്ടോ. എന്തൊക്കെയാണ് മക്കളെ, ECG. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് മക്കളെ ECG, ടീച്ചർ എല്ലാത്തിൻ്റെയും ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. വേണ്ടവർ ഇതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം കേട്ടോ. ഓക്കെ, ECG എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല, ഇലക്ട്രോകാർഡിയോഗ്രാമിനെ നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്, ECG എന്ന് പറയുന്നു. ഓക്കെ, എന്താണ് ഇലക്ട്രോകാർഡിയോഗ്രാം അല്ലെങ്കിൽ ECG എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് പറയാം കേട്ടോ. നമ്മുടെ ഹാർട്ട് ഇടിക്കാറില്ലടാ, ഹാർട്ട് ഇടിക്കുന്ന സമയത്ത് അവിടെ ഒരു ഇലക്ട്രിക് വേവ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഇമ്പൾസ് ഉണ്ടാകുന്നുണ്ട്. ആ ഇമ്പൾസിനെ അല്ലെങ്കിൽ ആ ഇലക്ട്രിക് വേവുകളെ ഗ്രാഫായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതിനെ പറഞ്ഞ പേരാണ് എന്ത്, ECG എന്ന് പറയും. ഓക്കെ, ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ദ ഇലക്ട്രിക്കൽ വേവ്സ് ഫെൽറ്റ് ഇൻ ദ വാൾ ഓഫ് ദ ഹാർട്ട് വെൻ ഹാർട്ട് ബീറ്റ്. ഹാർട്ട് ഇടിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് വേവുകളെ ഗ്രാഫായിട്ട് കാണിക്കുന്നതിനെ പറഞ്ഞ പേരാണ് എന്ത്, ECG, ഇലക്ട്രോകാർഡിയോഗ്രാം. ഓക്കെ അല്ലേ. ഇത് 1 വേർഡ് ആയിട്ടും ചോദിക്കാറുണ്ട്, ECG ഫുൾ ഫോം. ഓക്കെ അല്ലേടാ. രണ്ടാമത്തെ നോക്കിയേ, രണ്ടാമത്തെ ടേം. അപ്പോൾ നോക്കിയേ ECG കിട്ടി. രണ്ടാമത്താണ് എന്ത് ചോദിച്ചാൽ പെരികാർഡിയം. എന്താണ് പെരികാർഡിയം?
അത് ഇത്രയുള്ള മക്കളെ. നമ്മുടെ ഹാർട്ട് എന്ന് പറഞ്ഞൊരു ഓർഗൻ ഇല്ലേ, അതിനെ കവർ ചെയ്തിട്ടുള്ള ഡബിൾ ലെയേർഡ് ആയിട്ടുള്ള മെംബ്രെയിൻ, അത് 2 ലെയർ ആയിട്ടുള്ള മെംബ്രെയിനെ പറഞ്ഞ പേരാണ് എന്ത്? പെരികാർഡിയം എന്ന് പറയും. ഓക്കെ, പെരികാർഡിയം ഇസ് എ ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ ദാറ്റ് കവേഴ്സ് ദ ഹാർട്ട്. ഓക്കെ, ഇനി അതിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ വേറെ ഫ്ലൂയിഡ്. ഓക്കെ, ഇതാണ് പെരികാർഡിയം, 2 ലെയർ. അതിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫ്ലൂയിഡ് കാണാനായിട്ടും പറ്റും. ഈ ഫ്ലൂയിഡിനെ പറഞ്ഞ പേരാണ് എന്ത്? പെരികാർഡിയൽ ഫ്ലൂയിഡ്. എന്താ പറയുന്നത്? പെരികാർഡിയൽ ഫ്ലൂയിഡ്. ഓക്കെ, ഈ പെരികാർഡിയൽ ഫ്ലൂയിഡിന്റെ ഫംഗ്ഷനും ചോദിക്കാറുണ്ട് കേട്ടോ. എന്താണ് മക്കൾ ചോദിക്കുന്നത്? ഫംഗ്ഷൻ. എന്താ മക്കളെ പെരികാർഡിയൽ ഫ്ലൂയിഡിന്റെ ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിക്ഷൻ എന്ന് പറയുന്ന ആളെ കുറയ്ക്കാം. ഓക്കെ, നമ്മുടെ വാൾസ് തമ്മിൽ ഇടിക്കുന്ന സമയത്ത് ഒരച്ചില് ഘർഷണം വരാനുള്ള ചാൻസ് ഉണ്ട്. അത് കുറയ്ക്കാൻ ആര് സഹായിക്കുക? പെരികാർഡിയൽ ഫ്ലൂയിഡ് സഹായിക്കുക. ഓക്കെ അല്ലേ മക്കളെ പറഞ്ഞത്? അപ്പൊ അതും കിട്ടി. മൂന്നാമതാണ് എന്ത് ചോദിച്ചേക്കുന്നത്? ഹാർട്ട് റേറ്റ് എന്ന് ചോദിച്ചിട്ടില്ല അല്ലേ. എന്താ മക്കളെ ഹാർട്ട് റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ നമ്പർ ഓഫ് ഹാർട്ട് ബീറ്റ് ഇൻ 1 മിനിറ്റ്. 1 മിനിറ്റ് കേട്ടോ. 1 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ ഹാർട്ട് എന്തോരം ഇടിക്കുന്നുണ്ട് അതിനെ പറഞ്ഞ പേരാണ് എന്ത്? ഹാർട്ട് റേറ്റ്. അത് ഏകദേശം 72 ആയിരിക്കും. ഓക്കെ അല്ലേ. അടുത്താണ് എന്ത് ചോദിച്ചേക്കുന്നത്? പേസ് മേക്കർ. നമ്മുടെ ഹാർട്ടിലെ ഏത് ഓർഗൻ അല്ലെ ഏത് ഭാഗത്തിനെയാണ് നമ്മൾ പേസ് മേക്കർ ഓഫ് ദ ഹാർട്ട് എന്ന് അറിയപ്പെടുന്നതാണ് ചോദിച്ചേക്കണേ. ഏത് ഭാഗത്തിനാണ് മക്കളെ നമ്മൾ പേസ് മേക്കർ ആയിട്ട് അറിയപ്പെടുന്നത്? ആരെയാണ്? ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആരാണത്? വേറെ ആരുമില്ലടാ. ഇതൊക്കെ SA നോഡ്. ആരാണ് പറഞ്ഞ മക്കളെ? SA നോഡ് കേട്ടോ. SA നോഡിനെയാണ് നമ്മൾ എന്തായിട്ട് അറിയപ്പെടുന്നത്? പേസ് മേക്കർ ഓഫ് ദ ഹാർട്ട് എന്ന് അറിയപ്പെടുന്നത്. ഈ SA നോഡ് എവിടെ കാണപ്പെടുന്നത്? ഇറ്റ് ഈസ് സീൻ ഓൺ ദ വാൾ ഓഫ് ദ ഏട്രിയം. ഏത് ഏട്രിയം? റൈറ്റ് ഏട്രിയം. ഓക്കെ, ഇതൊക്കെ ഇതിപ്പോ ഹാർട്ടാന്ന് വിചാരിക്കാം. കാണുന്നുണ്ടോ മക്കൾക്ക്? കാണില്ല അല്ലേ. ഇതിപ്പോ ഒരു ഹാർട്ടാന്ന് വിചാരിക്കുക. തൽക്കാലത്തെ പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതൊരു ഹാർട്ടാന്ന് വിചാരിക്കുക. ഹാർട്ടിന് 4 ചേമ്പേഴ്സ് ഉണ്ട്. റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ. അതായത് റൈറ്റ് ഏട്രിയത്തിന്റെ അവിടെ കാണുന്ന ഒരു യെല്ലോ കളർഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിലെ ഫിഗറിൽ നോക്കി കഴിഞ്ഞാൽ കാണാം കേട്ടോ. ഒരു നോഡിനെ പറഞ്ഞ പേരാണ് എന്ത്? SA നോഡ്. ഓക്കെ, അതാണ് എന്ത്? പേസ് മേക്കർ ഓഫ് ദ ഹാർട്ട് എന്ന് അറിയപ്പെടാം. ഓക്കെ അല്ലേടാ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? ഒബ്സർവ് ദ ഇല്ലുസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ഫോളോയിങ്. ഈ ഇല്ലുസ്ട്രേഷൻ മനസ്സിലാക്കിയിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കിയാടാ. വാട്ട് ഡസ് ദ ഫിഗർ ഇൻഡിക്കേറ്റ്? ഇവിടെ ടീച്ചർ ഈ ക്വസ്റ്റ്യൻ എക്സാമിന് ഇട്ടപ്പോൾ കുറച്ച് കുട്ടികൾക്ക് പറ്റിയൊരു തെറ്റാണ്. അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് തിരുത്താനായിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ നോക്കിയാൽ ഇത്രയുള്ള മക്കളെ, വാട്ട് ഡസ് ദ ഫിഗർ ഇൻഡിക്കേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഫിഗർ ആണ് നിങ്ങൾ പറയേണ്ടത്. പക്ഷെ പലരും എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ Xനെയാണ് എഴുതി വെച്ചത്. ഓക്കെ, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഫിഗർ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫിഗറിന്റെ പേര് എഴുതണ്ടേ, അല്ലാതെ X അല്ലാട്ടോ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞോ മക്കളെ, എന്താണ് വാട്ട് ഡസ് ദ ഫിഗർ ഇൻഡിക്കേറ്റ്? എന്താണ് ഈ ഫിഗർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ കാണുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആണ് കൊടുത്തേക്കുന്നത്. അതിനെ പറഞ്ഞ പേരാണ് എന്ത് മക്കളെ? വില്ലസ്. എന്താ പറഞ്ഞത്? വില്ലസ് എന്ന് പറയും. ഓക്കെ, വില്ലസ് ആണെന്ന് കിട്ടി. ഹൗ ഡസ് ഇറ്റ് ഹെൽപ്സ് ഇൻ അബ്സോർപ്ഷൻ? 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഹൗ ഡസ് ഇറ്റ് ഹെൽപ്സ് ഇൻ അബ്സോർപ്ഷൻ? എങ്ങനെയാണ് വില്ലസ് അബ്സോർപ്ഷന് സഹായിക്കുക? എങ്ങനെയാണ് മക്കളെ സഹായിക്കുക? ഇറ്റ് ഹെൽപ്സ് ഇൻ അബ്സോർപ്ഷൻ ബൈ increasing സർഫസ് ഏരിയ. അതെ, ടീച്ചറുടെ ആൻസർ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് വല്ലാണ്ട് എഴുതി സമയം കളയുന്നില്ല. വില്ലസ് ആണ് തന്നിരിക്കുന്നത്. അതെങ്ങനെയാണ് സഹായിക്കുന്ന അബ്സോർപ്ഷന്? ബൈ ഇൻക്രീസിങ് ദ സർഫസ് ഏരിയ ഓഫ് അബ്സോർപ്ഷൻ. സർഫസ് ഏരിയ കൂട്ടാം. ഓക്കെ അല്ലേ. അടുത്തത്, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് എക്സ്? അതാണ് ക്വസ്റ്റ്യൻ. എക്സിന്റെ ഫംഗ്ഷൻ. എക്സ് എന്താന്ന് നിങ്ങളോട് അപ്പോഴും ചോദിച്ചിട്ടില്ല കേട്ടാ. എക്സിന്റെ ഫംഗ്ഷൻ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ പലരും അവിടെ എന്ത് എഴുതി വെച്ചിട്ടുണ്ട്? ലാക്റ്റിയൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് ലാക്റ്റിയൽ ആണ്. ഓക്കെ, സമ്മതിച്ചു. എക്സ് എന്ന് പറഞ്ഞേക്കണ ആ പച്ച ട്യൂബ് ഇട്ടാ. പച്ച ട്യൂബ് എന്ന് വെച്ചാൽ ലാക്റ്റിയൽ ആണ്, നമുക്കറിയാം. പക്ഷെ അതല്ല നമ്മളോട് ചോദിച്ചേക്കണേ. നമ്മളോട് ചോദിച്ചേക്കണേ വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്നാണ് ചോദിച്ചേക്കണേ. ക്വസ്റ്റ്യൻ വായിച്ചാലേ മക്കളെ ആൻസർ കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, പറഞ്ഞു മക്കളെ, എന്താണ് എക്സിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്? അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് എക്സിന്റെ ഫംഗ്ഷൻ ആയിട്ട് കൊടുത്തേക്കുന്നത്? ലാക്റ്റിയൽസ് ഹെൽപ്സ് ഇൻ ദ അബ്സോർപ്ഷൻ ഓഫ് ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ. പേരും മാറിപ്പോയി കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല. ഓക്കെ, എന്തിനൊക്കെ സഹായിക്കുക? അബ്സോർപ്ഷൻ ഓഫ് ഫാറ്റി ആസിഡും ഗ്ലിസറോളും. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ, അപ്പൊ നോക്കിയാൽ അത്രയല്ലേ ഉള്ളൂ ക്വസ്റ്റ്യൻ അത്രയല്ലേ ഉള്ളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ, ദ ബ്ലഡ് പ്രഷർ ഓഫ് എ പേഴ്സൺ ഈസ് 130/90 mmHg. അതായത് ഒരു പേഴ്സന്റെ ബ്ലഡ് പ്രഷർ BP എന്ന് പറയുന്നത് 130/90 mmHg എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വാട്ട് ഈസ് മെൻ ബൈ ബ്ലഡ് പ്രഷർ? എന്താണ് ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ എന്താണ് BP?
എന്താണ് മക്കളെ ബ്ലഡ് പ്രഷർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ടീച്ചറുടെ കൊടുത്തിട്ടുണ്ട്. ആൻസേഴ്സ് ആണ് വേണ്ട, ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം കേട്ടോ. ബ്ലഡ് പ്രഷർ ഈസ് എ പ്രഷർ ഫെൽറ്റ് ഇൻ ദ ആർട്ടറീസ് when the heart contract and relax. ഇതൊക്കെ ബാക്കി അവിടെ താഴെ പോയിട്ടുണ്ട്, ജസ്റ്റ് നോക്കി വെക്കുക. ബ്ലഡ് പ്രഷർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നമ്മുടെ ആർട്ടറിയിലെ മക്കളെ, നമ്മുടെ ആർട്ടറീസിലെ ഞരമ്പുകൾ, ആ ഞരമ്പുകളുടെ വാളിൽ ഉണ്ടാകുന്ന പ്രഷർ എപ്പോഴുണ്ടാകുന്ന പ്രഷറാണ്? നമ്മുടെ ഹാർട്ട് ഇടിക്കുന്ന സമയത്ത്, ഹാർട്ട് കോൺട്രാക്ട് ചെയ്യും റിലാക്സ് ചെയ്യും ചെയ്യുന്ന സമയത്ത് ആർട്ടറിയുടെ വാളിൽ ഉണ്ടാവുന്ന പ്രഷറിനെ പറഞ്ഞ പേരാണ് എന്ത്? ബ്ലഡ് പ്രഷർ എന്ന് പറയും. ഓക്കെ, അത് സാധാരണയായിട്ട് ഒരു പേഴ്സന്റെ സാധാരണ ബ്ലഡ് പ്രഷർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 120/80 mmHg ആണ്. മനസ്സിലായില്ലേ? ഒരു മനുഷ്യന്റെ ഹൃദയം ഇടിക്കുന്ന സമയത്ത് പറഞ്ഞോ, ഹൃദയം ഇടിക്കുന്ന സമയത്ത് ആർട്ടറികളുടെ വാളിൽ ഉണ്ടാവുന്ന പ്രഷറാണ് എന്ത്? ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. അത് സാധാരണയായിട്ട് എത്ര ഉണ്ടാവുക? 120/80 mmHg ആണ്. ഓക്കെ, പക്ഷെ നമുക്ക് ഇവിടെ തന്നേക്കണം എത്രയാണോ? അല്ല, 130/90 mmHg ആണ്. അപ്പൊ അയാൾക്ക് എന്താണത്? കൂടുതലാണോ കുറവാണോ? BP കൂടുതലാണല്ലേ? കൂടുതലാണ്. ഓക്കെ, അതും കൂടി ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. വാട്ട് ഡസ് 130 and 90 refers to? എന്താണ് മക്കളെ 130 അല്ലെങ്കിൽ 90 എന്ന് പറഞ്ഞ സാധനം ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം 130 എന്ന് വെച്ചാൽ 120ക്ക് കൂടിയ കണക്കാണത്. 130 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 130 എന്ന് വെച്ചാൽ എത്ര മക്കളെ? സിസ്റ്റോളിക് പ്രഷറും 90 എന്ന് വെച്ചാൽ എത്ര മക്കളെ? ഡയാസ്റ്റോളിക് പ്രഷറുമാണ്. ഓക്കെ അല്ലേ? 130 എന്ന് വെച്ചാൽ സിസ്റ്റോളിക് പ്രഷറും 90 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയാസ്റ്റോളിക് പ്രഷറും. നോർമൽ സിസ്റ്റോളിക് പ്രഷർ സാധാരണ എത്രയാ വരാ? നോർമൽ സിസ്റ്റോളിക് പ്രഷർ അല്ലെങ്കിൽ എസ് പി അല്ല കേട്ടോ, സിസ്റ്റോളിക് പ്രഷർ തന്നെ എഴുതണേ. 120 ആണ്. വെറുതെ 120 എന്ന് എഴുതിയാൽ മതിയോ? അല്ല, 120 mmHg. അതിന്റെ യൂണിറ്റ് മാറിപ്പോയി കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല കേട്ടോ. ഓക്കെ, സാധാരണ സിസ്റ്റോളിക് പ്രഷർ 120 mg ആണെങ്കിൽ mmHg ആണെങ്കിൽ സാധാരണ ഡയാസ്റ്റോളിക് പ്രഷർ എത്രയായിരിക്കും മക്കളെ? ഇവിടെ തന്നിരിക്കുന്ന 90 ആണ്, പക്ഷെ 90 സാധാരണയാണല്ലോ, കൂടി കിടക്കണതാണല്ലേ. സാധാരണ ഡയാസ്റ്റോളിക് പ്രഷർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 80 mmHg ആണ്. ഓക്കെ അല്ലേ? നമ്മളോട് ഇവിടെ ചോദിച്ചാൽ 130 90 എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? 130 സിസ്റ്റോളിക് പ്രഷറും 90 ഡയാസ്റ്റോളിക് പ്രഷറും. ഓക്കെ, കിട്ടിയില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി എന്താ പറഞ്ഞേക്കുന്നത്? റൈറ്റ് ദ നെയിം ഓഫ് ദ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു മെഷർ BP. BP മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സിന്റെ പേര് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. എന്തൊക്കെയാണ് മക്കൾ അതിന്റെ പേര്? ഒന്നാമത്തെ ആളാണ് പണ്ട് യൂസ് ചെയ്തിരുന്ന ആളാണ് സിഗ്മോ മാനോമീറ്റർ. രണ്ടാമത് യൂസ് ചെയ്തതാണ് എന്ത്? ഇപ്പൊ ഇക്കാലത്ത് യൂസ് ചെയ്യുന്നതാണ് എന്ത്? ഡിജിറ്റൽ BP അപ്പാരറ്റസ്. രണ്ടുപേരും പഠിച്ചു വെക്കാം. ഇതിന്റെ രണ്ടത്തിന്റെ ഫിഗർ കാണിച്ചിട്ട് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, സിഗ്മോ മാനോമീറ്റർ ഇങ്ങനെ കൈമലൊക്കെ കെട്ടി കഴിഞ്ഞിട്ട് ഇങ്ങനെ വീർപ്പിക്കും. ഓക്കെ, അതാണ് സിഗ്മോ മാനോമീറ്റർ. ഡിജിറ്റൽ BP അപ്പാരറ്റസ് കൈമ കെട്ട ലാസ്റ്റ് നമുക്കൊരു ചെറിയ മെഷീൻ, ഇപ്പൊ ഡോക്ടേഴ്സ് ഒക്കെ കാണുന്ന ആ ഒരു മെഷീനാണ് എന്ത്? ഡിജിറ്റൽ BP അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേടാ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ മക്കളെ അത്രയല്ലേ ഉള്ളൂ ആ ക്വസ്റ്റ്യനിൽ കൂടുതലായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എപ്പോഴും ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി റീചെക്ക് ചെയ്യണം കേട്ടോ. കാരണം എന്തെങ്കിലും ക്വസ്റ്റ്യൻ വിട്ടു പോയിട്ടുണ്ടോ, സബ് ക്വസ്റ്റ്യൻ്റെ പേര് എഴുതാൻ വിട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്പർ ഇടാൻ വിട്ടിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വേണം അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാൻ. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഇത്രയും ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ചോദിച്ച ചോദ്യത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. കൂടുതലായിട്ട് നിങ്ങൾ ഒന്നും ഇടണ്ട. കാരണം കൂടുതൽ മാർക്ക് കിട്ടാൻ പോകുന്നില്ല. ആ ചോദ്യത്തിനുള്ള ഉത്തരം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ? മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ കൂടുതൽ എക്സ്ട്രാ ആയിട്ടൊന്നും തന്നെ എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. പറയാം മക്കളെ, അനലൈസ് ദ ഇല്ലുസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ഫോളോയിങ്. തന്നിരിക്കുന്ന ഇല്ലുസ്ട്രേഷൻ നന്നായിട്ട് മനസ്സിലാക്കണം, എന്നിട്ട് മാത്രമേ ക്വസ്റ്റ്യൻസ് വായിക്കാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? അപ്പം നോക്കിയാൽ നമുക്ക് ആ ഇല്ലുസ്ട്രേഷൻ ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ, നോക്കിയാലോ മക്കളെ. റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ. അപ്പം തന്നെ മനസ്സിലായി അതെന്താ സാധനം? തന്നിരിക്കുന്നത് ഹാർട്ടാണ്. ഹാർട്ടിന്റെ ഡയഗ്രാം ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി നോക്കിയാൽ മക്കളെ, റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിലോട്ട് ബ്ലഡ് പോകുന്നു. അവിടെ നിന്ന് പിന്നെ നേരെ ബ്ലഡ് പോകണം. ആ ഫ്ലോ ചാർട്ട് അറിയണം കേട്ടോ. നമ്മുടെ ബ്ലഡ് സർക്കുലേഷന്റെ ഫ്ലോ ചാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ, നമ്മുടെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, ആ ഒരു വീഡിയോ കാണാം. സർക്കുലേഷന്റെ ഫ്ലോ ചാർട്ട് നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ. ഇതേപോലൊക്കെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ഫ്ലോ ചാർട്ട് പഠിച്ചില്ലെങ്കിൽ ആൻസർ കിട്ടൂല. ഓക്കെ അല്ലേ പറഞ്ഞത്? അപ്പൊ നോക്കിയേ, റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ലങ്സിലോട്ട് ബ്ലഡിനെ കൊണ്ടുപോകുന്നത് A ആണ്. ഓക്കെ, ഇനി ലങ്സിൽ നിന്ന് തിരിച്ച് ബ്ലഡിനെ ലെഫ്റ്റ് ഏട്രിയത്തിലോട്ട് കൊണ്ടുവരുന്നത് B ആണ്. ഓക്കെ, B ആണ്. ഇനി ലെഫ്റ്റ് ഏട്രിയത്തിൽ ലെഫ്റ്റ് വെൻട്രിക്കിളിലോട്ട് ബ്ലഡ് പോയി, അവിടെ നിന്ന് പിന്നെ അടിയിലോട്ട് ഓർഗൻസിലോട്ട് ബ്ലഡ് കൊണ്ടുപോകുന്നത് D ആണ്. ഓക്കെ, ഇനി ഇവിടെ നിന്ന് റൈറ്റ് ഏട്രിയത്തിലോട്ട് ബ്ലഡ് കൊണ്ടുപോകുന്നത് C ആണ്. ഓക്കെ, ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. ബാക്കിയെല്ലാം തന്നിട്ടുണ്ട് ABCD എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഏകദേശം ആ ഫിഗർ മനസ്സിലായില്ലേ? ബ്ലഡിന്റെ സർക്കുലേഷൻ ആണ് തന്നിരിക്കുന്നത്.
അതാണ് ആ ഫിഗർ. ഓക്കെ, അപ്പൊ ഫിഗർ മനസ്സിലായി. ഇനി എ ക്വസ്റ്റ്യൻ നോക്കിയേ മക്കളെ. വിച്ച് ലെറ്റർ ഇൻഡിക്കേറ്റ് പൾമനറി ആർട്ടറി? ഏത് ലെറ്റർ ആണ് പൾമനറി ആർട്ടറി എന്ന് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്? അപ്പൊ നിങ്ങൾക്ക് ഈ ക്വസ്റ്റിന് ആൻസർ കിട്ടണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക എന്താണ് പൾമനറി ആർട്ടറി. അത് മനസ്സിലാക്കി കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ആ ലെറ്റർ കിട്ടുള്ളൂ. ഓക്കെ അല്ലേ? പൾമനറി ആർട്ടറി എന്ന് വെച്ചാൽ എന്താ മക്കളെ? നിങ്ങൾ എത്ര ആലോചിക്കുക. പൾമനറി, ഒരു മിനിറ്റ് ഇടാ. പൾമനറി എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം എന്താണ്? ലെങ്സ് ആണ് ആലോചിക്കേണ്ടത്. ആരാണ് ആലോചിക്കേണ്ടത്? ലെങ്സ് കേട്ടാ. ലെങ്സ് ആണ് പൾമനറി എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിച്ചേക്കണേ. പൾമനറി ആർട്ടറി എന്ന് വെച്ചാൽ ആർട്ടറി, ലെങ്സിലോട്ട് ബ്ലഡ് കൊണ്ടുപോകണ ആർട്ടറി. ലെങ്സിലോട്ട് ബ്ലഡ് കൊണ്ടുപോകണ ആർട്ടറി. പൾമനറി ആർട്ടറി എന്ന് വെച്ചാൽ ലെങ്സിലോട്ട് ബ്ലഡ് കൊണ്ടുപോകണ ആർട്ടറി. ഏതാണ് മക്കളേത്? ഏത് ലെറ്റർ ആണത്? നമുക്ക് എല്ലാവർക്കും അറിയാലേ, എ. ഏത് ലെറ്റർ ആണത്? എ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റിന് ആൻസർ എന്താണ് മക്കളെ? ഏതാണത്? എ ആണ്. ഓക്കെ, ഇനി ബി ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? വിച്ച് ബ്ലഡ് വെസൽ ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ലെറ്റർ ഡി? ഡി എന്ന് പറയുന്ന ലെറ്റർ ഏത് ബ്ലഡ് വെസലിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അപ്പൊ നിങ്ങൾ നോക്കാം എവിടെയാണ് ഡി കിടക്കുന്നത്. ഇതാണ് ഡി. ഡി എന്താ ചെയ്യുന്നത്? ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും ബ്ലഡിനെ പല ഭാഗത്തോട്ട് കൊണ്ടുപോകുന്നു. ഓക്കെ, ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് പല ഭാഗത്തോട്ടും ബ്ലഡിനെ കൊണ്ടുപോകണ ഡി ഏതായിരിക്കുള്ളൂ? ഏത് ബ്ലഡ് വെസൽ ആയിരിക്കും? നമുക്കറിയാം അല്ലേ, ഏറ്റവും വലിയ ബ്ലഡ് വെസൽ കൊണ്ടുപോകുന്നത് ഏതാണ്? അയോർട്ട. ഏതാണ് മക്കളത്? അയോർട്ട. അയോർട്ട അല്ലേ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡിനെ ഹാർട്ടിൽ അല്ല പല ഭാഗത്തോട്ടും കൊണ്ടുപോകണത്. അപ്പൊ ബി ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് എന്തിനോട് മക്കളെ? അയോർട്ട. ഓക്കെ അല്ലേ പറഞ്ഞത്? അയോർട്ട. ഓക്കെ അല്ലേ? ഇനി സി ക്വസ്റ്റ്യൻ. ഡസ് ദ ബ്ലഡ് ദാറ്റ് എന്റേർഡ് ദ വെൻട്രിക്കിൾ റിട്ടേൺ ടു ദ ഏട്രിയ? അതായത് വെൻട്രിക്കിളിലോട്ട് പോകുന്ന ബ്ലഡ്, ടീച്ചറൊന്നും വായിക്കണം, മൊത്തത്തിലൊന്നും വായിക്കണം കേട്ടാ. ഓക്കെ, എന്നാലും നിങ്ങൾക്ക് ആ ഫിഗർ ശരിക്കും കിട്ടുള്ളൂ. ഓക്കെ, വെൻട്രിക്കിളിലോട്ട് പോകുന്ന ബ്ലഡ്, ഇതാണ് വെൻട്രിക്കിൾസ് അല്ലേ. വെൻട്രിക്കിളിലോട്ട് പോണ ബ്ലഡ് തിരിച്ച് ഏട്രിയത്തിലോട്ട് കിടക്കാറുണ്ടോ? തിരിച്ചു പോവാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. തിരിച്ചു പോവാറുണ്ടോ ബ്ലഡ്? അങ്ങനെ തിരിച്ചു കിടക്കാറുണ്ടോ? ഇല്ല, തിരിച്ചു കിടക്കാറില്ല അല്ലേ. അപ്പൊ അത് യെസ് ഓർ നോ. ഡസ് ദ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ? യെസ് ഓർ നോ ആണ് ചോദിച്ചേക്കണേ. അപ്പൊ നിങ്ങൾ എന്ത് എഴുതണം? അവിടെ നോ എന്ന് എഴുതണം. അതിനൊരു മാർക്കാ. ഓക്കെ, എന്നിട്ടാണ് വൈ ചോദിച്ചേക്കണേ. എന്തുകൊണ്ടാണ് അങ്ങനെ തിരിച്ചു പോവാത്തത്? കാരണം നമുക്കറിയാലേ അങ്ങനെ തിരിച്ചു പോകാനായിട്ട് അവിടെ ആരും സഹായിക്കൂല. അതെ, അവിടെ വാൽവുകൾ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. ആരുടെ മക്കളെ? അവിടെ വാൽവുകൾ ഉണ്ട്. ഈ വാൽവുകൾ ഒരിക്കലും എന്തിനു സഹായിക്കൂല? ബ്ലഡിന് തിരിച്ചു കൊണ്ടുപോയിട്ട് സഹായിക്കില്ല. ഓക്കെ, ഏട്രിയത്തിന് ബ്ലഡ് വെൻട്രിക്കിളിലോട്ട് പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ എന്ത് ചെയ്യും? അത് അടയും. ഓക്കെ, അപ്പൊ നോക്കി അതിന്റെ ആൻസർ ടീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോ വാൽവ്സ് പ്രിവെന്റ് ദ ബാക്ക്വേർഡ് ഫ്ലോ ഓഫ് ബ്ലഡ്. അതായത് വാൽവ് എന്ത് ചെയ്യുന്നുണ്ടാ? ബ്ലഡിന്റെ ബാക്ക്വേർഡ് ഫ്ലോ എന്ത് ചെയ്യണം മക്കളെ? തടയുന്നുണ്ട്. നോക്കി ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ ആണെന്ന് കിട്ടി, സെക്കൻഡ് ക്വസ്റ്റ്യൻ അയോട്ടയാണെന്ന് കിട്ടി, തേർഡ് ക്വസ്റ്റ്യൻ വാൽവ് പ്രിവെന്റ് ചെയ്യുന്നുള്ളത് കിട്ടി. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടല്ലോ എന്താണ്? വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ്? നമുക്കറിയാം ഈ കാണിച്ചിരിക്കുന്ന ഡയഗ്രാം മൊത്തം എന്താണ്? ഡബിൾ സർക്കുലേഷൻ ആണിത്. എന്താണ്? ഡബിൾ സർക്കുലേഷൻ. ഓക്കെ, ഡബിൾ സർക്കുലേഷൻ ആണ് കിട്ടി. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡബിൾ സർക്കുലേഷൻ ഇൻ ഹ്യൂമൻ? ഹ്യൂമണിലെ ഡബിൾ സർക്കുലേഷൻ, മനുഷ്യന്മാരുടെ ഡബിൾ സർക്കുലേഷന്റെ ഇമ്പോർട്ടൻസ് എന്താണ് മക്കളെ? ഇമ്പോർട്ടൻസ് ഇത്രേ ഉള്ളൂ കേട്ടാ. നമ്മുടെ ഹാർട്ടിൽ നിന്ന് ലെങ്സിലോട്ട് ബ്ലഡ് കൊണ്ട്, ഹാർട്ടിൽ നിന്ന് ശരീരത്തിലോട്ട് ബ്ലഡ് കൊണ്ടുപോകുന്നുണ്ട്. ലെങ്സിലോട്ട് ബ്ലഡിനെ കൊണ്ടുപോയാൽ മാത്രമേ എന്തുള്ളൂ? പ്യൂരിഫൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതായത് അതിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ കളഞ്ഞ് ഓക്സിജൻ ഒക്കെ കയറ്റാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ പ്യൂരിഫിക്കേഷൻ ആണ് അവിടെ മെയിൻ ആയിട്ട് വരുന്ന ഫംഗ്ഷൻ. അങ്ങനെ പ്യൂരിഫൈ ചെയ്ത ബ്ലഡ് ഇങ്ങനെ കൊണ്ടുപോകുന്ന വഴിക്ക് നമ്മുടെ ബോഡിയുടെ ബ്ലഡ് ഫ്ലോയുടെ എഫിഷ്യൻസി എന്താ ചെയ്യുക? കൂടുകയാണ് ചെയ്യുക. ഓക്കെ, പ്യൂരിഫിക്കേഷൻ ഓഫ് ദ ബ്ലഡും അതേപോലെ ഇൻക്രീസ് ദ എഫിഷ്യൻസി ആണ് മെയിൻ ആയിട്ട് ഡബിൾ സർക്കുലേഷന്റെ ഇമ്പോർട്ടൻസ്. കിട്ടിയില്ലേ പറഞ്ഞത്? ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഡയഗ്രാം കാണുമ്പോൾ തന്നെ പലർക്കും കിളിപോകും. സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞേ. കാരണം പെട്ടെന്ന് കിളിപോകും. കാരണം കുറേ സാധനങ്ങൾക്ക് എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ട് അവിടെ. പക്ഷെ അതൊന്ന് ശരിക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും. മനസ്സിലായില്ലേ? ഇത് 4 മാർക്കിന്റെ ക്വസ്റ്റ്യനാ. ആരെങ്കിലും വിചാരിച്ചോ കിട്ടുന്നു? ഇല്ല. പക്ഷെ സിമ്പിളാണ്. ജസ്റ്റ് ഒന്ന് വായിച്ച ആ ഡയഗ്രാം ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പത്തിൽ കിട്ടും കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? എക്സ്പ്ലെയിൻ ദ കണ്ടക്ഷൻ ഓഫ് വാട്ടർ ഇൻ പ്ലാന്റ്സ് യൂസിങ് ദ ഗിവൺ ഹിന്റ്സ്. ഫോഴ്സസ് ദാറ്റ് ഹെൽപ്സ് ഇൻ കണ്ടക്ഷൻ വാസ്കുലർ ടിഷ്യൂസ്. അതായത് ഇതും എന്ത് തന്നെയാണ്? 4 മാർക്കിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് പറഞ്ഞേക്കുന്നത്? വാട്ടർ, ചെടികളിൽ വെള്ളത്തിന്റെ കണ്ടക്ഷൻ. ചെടികൾ നമുക്കറിയാം വെള്ളത്തിനെ നമ്മൾ വെള്ളം റൂട്ടിലോട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യണം? മുകളിലോട്ട് കണ്ടക്ട് ചെയ്ത് പോകണം അല്ലേ? അതിനെ സഹായിക്കുന്ന ഫോഴ്സസും അതിനെ സഹായിക്കുന്ന വാസ്കുലർ ടിഷ്യൂസും വെച്ചിട്ട് ആ പേരുകളൊക്കെ യൂസ് ചെയ്തിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടില്ലേ.
ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് അല്ലേ? ചോദിച്ചപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നോക്കിയടാ അതിന്റെ ആൻസർ ടീച്ചർ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ സെക്കൻഡ് ചാപ്റ്ററിൽ ലാസ്റ്റ് ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഈ ഫിഗറിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, എളുപ്പമായിട്ട് ഈ ഒരു സാധനം എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇത് കണ്ടിട്ട് ആരും തന്നെ പേടിക്കണ്ട കേട്ടോ. ഓക്കെ, എളുപ്പമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. നോക്കിയേ, ടീച്ചർ പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കാം. ഫസ്റ്റ് തുടക്കം ഇവിടെ നിന്നാണ് മക്കളെ. ഓക്കെ, തുടക്കം ഇവിടെ നിന്നാണ്. ഓക്കെ, എന്താ പറഞ്ഞേക്കുന്നത്, വാട്ടർ എൻറ്റേഴ്സ് ദ റൂട്ട് സെൽ ബൈ ഓസ്മോസിസ്. നോക്കി, നമ്മളിവിടെ എന്ത് ചെയ്തു, ഇതാണ് മണ്ണ്. ഇവിടെയൊക്കെ എന്ത് ചെയ്തു ടീച്ചർ, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു, കുറച്ച് വാട്ടർ എന്ത് ചെയ്തു, ഒഴിച്ചു കൊടുത്തു. ഓക്കെ, കുറച്ച് വാട്ടർ എന്ത് ചെയ്തു, ഒഴിച്ചു കൊടുത്തു. ഈ വാട്ടർ എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൂട്ട് സെൽസ്, ഇതാണ് റൂട്ട് സെൽസ്. റൂട്ട് സെൽസ് എന്ത് ചെയ്തു, വലിച്ചെടുത്തു. വാട്ടർ റൂട്ട് സെൽസ് എന്ത് ചെയ്താൽ മക്കളെ, വലിച്ചെടുത്തു. അങ്ങനെ വലിച്ചെടുക്കാനായിട്ട് അവർ യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ പറഞ്ഞ പേരാണ് എന്ത്, ഓസ്മോസിസ്. എന്താ പറയേണ്ടത്, ഓസ്മോസിസ്. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്തു, വെള്ളം വലിച്ചെടുത്തിട്ട് ഓസ്മോസിസ് വഴി റൂട്ട് സെൽസ് നേരെ ഇതിന് എങ്ങോട്ടാ കൊടുത്തെന്ന് അറിയോ? ഓക്കെ, ഓസ്മോസിസ് വഴി റൂട്ട് സെൽസ് വെള്ളം വലിച്ചെടുത്തിട്ട് നേരെ അതിന് ആർക്ക് കൊണ്ട് കൊടുത്തു, സൈലത്തിലോട്ട് കൊടുത്തു. ആർക്കാ കൊടുത്തത്, സൈലം. ഓക്കെ, ഇതാണ് സൈലം, സൈലത്തിലോട്ട് കൊടുത്തു. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്തു, സൈലത്തിലൂടെ വെള്ളം എന്ത് ചെയ്തു, മുകളിലോട്ട് ഇങ്ങനെ പോവാണ്. സൈലത്തിലൂടെ വെള്ളം ഇങ്ങനെ മുകളിലോട്ട് പോണ വഴി നമുക്കറിയാം, സൈലത്തിൽ നിന്ന് മുകളിലോട്ടല്ലേ വെള്ളം പോകേണ്ടത്, അടിയിലോട്ടല്ലല്ലോ. അപ്പൊ മുകളിലോട്ട് വെള്ളം കൊടുക്കാനായിട്ട് അവർ രണ്ട് ഫോഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ആ രണ്ട് ഫോഴ്സിന്റെ പേരാണ് ഒന്ന് കൊഹിഷനും രണ്ട് അഡിഷനും. കൊഹിഷനും അഡിഷനും. ഓക്കെ, കൊഹേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നുമില്ല മക്കളെ, വാട്ടർ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ. ഓക്കെ, ഇത് രണ്ട് വാട്ടർ മോളിക്യൂൾ ആണെന്ന് വിചാരിക്കാം. ഈ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്, കൊഹിഷൻ. ഓക്കെ, ഈ രണ്ട് വാട്ടർ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷനെ പറഞ്ഞ പേരാണ് എന്ത്, കൊഹിഷൻ. അങ്ങനെ എന്ത് ചെയ്തു, കൊഹിഷൻ വഴി വാട്ടർ മോളിക്യൂൾസ് മുകളിലോട്ട് കയറുമ്പോൾ അവിടെ വേറൊരു ഫോഴ്സും കൂടി, അതാണ് എന്ത്, അഡിഷൻ. അഡിഷൻ എന്ന് വെച്ചാൽ വേറൊന്നുമില്ലടാ, വാട്ടർ മോളിക്യൂൾസും ആ വാള്, സൈലത്തിന്റെ വാളും തമ്മിലുള്ള അട്രാക്ഷനെ പറഞ്ഞ പേരാണ് എന്ത്, അഡിഷൻ. കൊഹിഷൻ എന്ന് വെച്ചാൽ വാട്ടർ മോളിക്യൂൾ തമ്മിലുള്ള അട്രാക്ഷൻ. അഡിഷൻ എന്ന് വെച്ചാലോ വാൾ ഓഫ് ദ സൈലം വെസൽ, സൈലത്തിന്റെ വെസലുകൾ തമ്മിലുള്ള അട്രാക്ഷനെ പറഞ്ഞ പേരാണ് എന്ത്, അഡിഷൻ. അങ്ങനെ ഈ രണ്ട് ഫോഴ്സ് വഴി വെള്ളം ഇങ്ങനെ മുകളിലോട്ട് കയറി അങ്ങനെ നമ്മുടെ ലീവ്സിലോട്ട് ഈ സാധനം എത്താണ്. അപ്പൊ സൈലത്തിൽ നിന്ന് ലീവ്സിലോട്ട് ഇത് കയറാനിട്ട് അവിടെയും ഒരു ഫോഴ്സ് സഹായിക്കുന്നുണ്ട്. അതും എന്ത് ഫോഴ്സ് തന്നെയാണ് മക്കളെ, നമ്മുടെ ഓസ്മോസിസ് ആണ് കേട്ടോ. ഏത് ഫോഴ്സ് തന്നെയാണ്, ഓസ്മോസിസ് എന്ന് പറഞ്ഞ ഫോഴ്സ് തന്നെയാണ്. അങ്ങനെ എന്ത് ചെയ്തു, ഓസ്മോസിസ് വഴി വെള്ളം ലീവ്സിലോട്ട് കയറി. അവിടെ നിന്ന് പിന്നെ എന്ത് ചെയ്തു, ഇത് സ്റ്റൊമാറ്റ വഴി പുറത്തോട്ട് പോവാണ്. സ്റ്റൊമാറ്റ വഴി പുറത്തോട്ട് പോവാണ്. അപ്പൊ വെള്ളം സ്റ്റൊമാറ്റ വഴി പുറത്തോട്ട് പോണ ആ പ്രോസസ്സിന് നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്, ട്രാൻസ്പിറേഷൻ. എന്താ മക്കളെ പറയേണ്ടത്, ട്രാൻസ്പിറേഷൻ. ഓക്കെ, അങ്ങനെയാണ്. അപ്പൊ നോക്കിയേ, വെള്ളം റൂട്ട് സെല്ല് വലിച്ചെടുത്തു, അതിൽ നിന്ന് പിന്നെ സൈലത്തിലോട്ട് കൊടുത്തു, സൈലത്തിൽ നിന്ന് പിന്നെ ലീഫിലോട്ട് കൊഹിഷനും അഡിഷനും വഴി പോയി, സൈലത്തിൽ നിന്ന് അത് ലീഫിലോട്ട് ഓസ്മോസിസ് വഴി ഇറങ്ങി, അവിടെ നിന്ന് പിന്നെ സ്റ്റൊമാറ്റ വഴി പുറത്തോട്ട് ട്രാൻസ്പിറേഷൻ എന്ന പ്രോസസ്സ് വഴി പോയി. ഇതാണ് എന്ത്, കണ്ടക്ഷൻ ഓഫ് വാട്ടർ. ഇത്ര സിമ്പിൾ ആണ് എന്ത്, കണ്ടക്ഷൻ ഓഫ് വാട്ടർ. ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര വലുതായിട്ടും ടഫായിട്ടൊക്കെ തോന്നും, പക്ഷെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് സിമ്പിളായി. ഇനി നോക്കിയേ, ഈ സാധനം മനസ്സിലാക്കിയിട്ട് തോന്നും, ജസ്റ്റ് വായിച്ചു നോക്കാം, എളുപ്പമായിട്ട് കിട്ടും. നോക്കിയേ, എന്താണ്, വാട്ടർ എൻ്റർ റൂട്ട് സെൽ ബൈ ഓസ്മോസിസ്. റൂട്ട് സെല്ലിലോട്ട് കയറി ഓസ്മോസിസ് വഴി. ചില സമയങ്ങളിൽ മാത്രം, അതായത് ഈ രാത്രി കാലങ്ങളിലൊന്നും എന്തുണ്ടാവൂല, ടെമ്പറേച്ചർ ഉണ്ടാവൂലല്ലോ, രാത്രിയിൽ ടെമ്പറേച്ചർ കുറവായിരിക്കൂലേ, അപ്പോൾ ഓസ്മോസിസ് നടക്കൂല. അപ്പൊ അതിന് പകരം അവിടെ നടക്കുന്ന ഒരു പ്രോസസ് ആണ് എന്ത് പറയുന്നത്, റൂട്ട് പ്രഷർ. റൂട്ട് സ്വന്തമായിട്ട് എന്തുണ്ടാവും കൂടാ, ഒരു പ്രഷർ ഉണ്ടാക്കും. ആ പ്രഷർ വഴിയായാലും വാട്ടർ എന്ത് ചെയ്യും, റൂട്ട് സെല്ലിലോട്ട് കയറാറുണ്ട്. ഓക്കെ, ഓസ്മോസിസ് തന്നെ നടക്കണമെന്നില്ല, ടെമ്പറേച്ചർ ഇല്ലാന്നുണ്ടെങ്കിൽ ഓസ്മോസിസ് നടക്കൂല, അതിന് പകരം അവിടെ എന്ത് നടക്കും, റൂട്ട് പ്രഷർ നടക്കും. അപ്പൊ അതുവഴി എന്ത് ചെയ്യുന്നുണ്ട്, വെള്ളം റൂട്ട് സെല്ലിലോട്ട് കയറാറുണ്ട്. രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതാണ് കേട്ടോ, രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതാണ്. അതായത് ഇത്രയുള്ള മക്കളെ, ലോസ് ഓഫ് വാട്ടർ ഫ്രം ദ ലീഫ് ത്രൂ ട്രാൻസ്പിറേഷൻ കോസ് ദ വാട്ടർ ടു റൈസ് ത്രൂ സൈലം ട്യൂബ്. അതായത് ഇതിങ്ങനെ സൈലത്തിലോട്ട് കയറണം എന്നുണ്ടെങ്കിൽ, ഇവിടുത്തെ വാട്ടർ മോളിക്യൂൾ സൈലത്തിലോട്ട് കയറണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വെള്ളം എന്ത് ചെയ്യണം, നേരത്തെ കയറിയിട്ടുള്ള വെള്ളം പുറത്തോട്ട് പോയിട്ടുണ്ടാവണം. അതായത് നമ്മൾ ഈ സദ്യയൊക്കെ കഴിക്കാൻ പോകില്ല ആൾക്കാർ, അതായത് ഒരു ട്രിപ്പ് ആൾക്കാർ ഇറങ്ങി കഴിഞ്ഞാൽ മാത്രം എന്ത് ചെയ്യുള്ളൂ, അടുത്ത ട്രിപ്പ് ആൾക്കാരെ കയറ്റുള്ളൂ. അതേപോലെ തന്നെ ഒരു ട്രിപ്പ് വെള്ളം പുറത്തോട്ട് ട്രാൻസ്പിറേഷൻ വഴി പോയാൽ അടുത്ത ട്രിപ്പ് വെള്ളത്തിൽ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് മുകളിലോട്ട് കയറ്റാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ട്രാൻസ്പിറേഷൻ വഴി മുമ്പത്തെ ട്രിപ്പ് വെള്ളം പുറത്തോട്ട് പോയാൽ അടുത്ത ട്രിപ്പ് വെള്ളത്തിലൂടെ എന്ത് ചെയ്യുന്നു, സൈലന്റ് ട്യൂബ് വഴി കയറുന്നു. അങ്ങനെ കയറുമ്പോൾ സഹായിക്കുന്ന ഫോഴ്സുകളാണ് എന്ത്, കൊഹിഷനും അഡിഷനും. അങ്ങനെ എന്ത് ചെയ്തു, വെള്ളം സൈലന്റ് ട്യൂബിൽ നിന്ന് ഇലകളുടെ സെല്ലിലോട്ട് ഓസ്മോസിസ് വഴി കയറി, അവിടെ നിന്ന് പിന്നെ പുറത്തോട്ട് എന്ത് പോകുന്നു, ട്രാൻസ്പിറേഷൻ വഴി പുറത്തോട്ട് പോകും.
ഓക്കെ അല്ലേ പറഞ്ഞത്? ഇത്രയേ ഉള്ളൂ കണ്ടക്ഷൻ ഓഫ് വാട്ടർ. ഈ ഒരു സാധനത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ സഹായിച്ച വാസ്കുലർ ടിഷ്യൂന്റെ പേരും പറഞ്ഞു, അവിടെ സഹായിച്ച 4 ആ ഒരു ഫോഴ്സുകളുടെ പേരും പറഞ്ഞു. ആ ഫോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയ മക്കളെ, ഇവിടെ സഹായിച്ച ഫോഴ്സുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞേ. ഏതൊക്കെ ഫോഴ്സ് അവിടെ സഹായിച്ചേ? ഒന്ന് റൂട്ട് സെല്ലിലോട്ട് കയറാൻ സഹായിച്ച ഫോഴ്സ് ഏതാടാ? ഓസ്മോസിസ്. ഓക്കെ, ഓസ്മോസിസ് ഉണ്ട്. അടുത്തത് അവിടെ നിന്ന് പിന്നെ സൈലം ട്യൂബിലോട്ട് കയറാൻ സഹായിച്ചത് എന്ത് ഓസ്മോസിസ് വഴിയാണ്. ഓക്കെ, സമ്മതിച്ചു. ഓസ്മോസിസ് നടക്കാത്ത സമയത്ത് അവിടെ നടക്കുന്ന സാധനം എന്താടാ? അവിടെ നടക്കുന്ന ഓസ്മോസിസ് നടന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ അതിന് പകരം നടക്കുന്ന ഒരു ഫോഴ്സ് ആണ് എന്ത്? റൂട്ട് പ്രഷർ. ഓക്കെ, അപ്പൊ 2. അത് കഴിഞ്ഞിട്ട് സൈലന്റ് ട്യൂബിൽ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് പോകണമെങ്കിൽ അവിടെ 2 ഫോഴ്സ് ഇല്ല മക്കളെ. അതേതൊക്കെയാ? കൊഹിഷനും അഡിഷനും. കൊഹിഷനും അഡിഷനും. അത് കഴിഞ്ഞിട്ട് ഇതെന്ത് ചെയ്തു? ലീഫിലോട്ട് കയറാനായിട്ട് സഹായിക്കുന്ന പ്രോസസ് ഓസ്മോസിസ് ആണ്. ഓൾറെഡി എഴുതിയോണ്ട് പിന്നെ എഴുതണ്ട. അങ്ങനെ എന്ത് ചെയ്തു? ലീഫിൽ നിന്ന് പുറത്തോട്ട് പോകാനായിട്ട് സ്റ്റൊമാറ്റ വഴി പുറത്തോട്ട് പോകാൻ സഹായിക്കുന്ന ഫോഴ്സ് ആണ് എന്ത്? ട്രാൻസ്പിറേഷൻ. ഓക്കെ, അപ്പൊ മൊത്തത്തിൽ പറഞ്ഞ ഇവിടെ എത്ര ഫോഴ്സുകൾ നമ്മൾ പറഞ്ഞിരിക്കണം ഇപ്പോ? 1, 2, 3, 4, 5 ഫോഴ്സുകളാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് റൂട്ട് പ്രഷർ എന്ന് പറഞ്ഞത് മാത്രം ഓസ്മോസിസിന് പകരം സംഭവിക്കില്ല. കേട്ടല്ലോ? ഓക്കെ അല്ലേ? അപ്പൊ ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് എഴുതാം. 4 മാർക്ക് കയ്യിലിരിക്കും. ഓക്കെ അല്ലേടാ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് എന്ത്? ഐഡന്റിഫൈ ആൻഡ് നെയിം ദ പാർട്സ് മെൻഷൻ ഇൻ ദ സ്റ്റേറ്റ്മെന്റ്. താഴെ 2 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്, AB. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പാർട്സിന്റെ പേര് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. എന്താണ് മക്കളെ? when the heart beats, this fluid helps to regulate the friction between the membrane തമ്മിലുള്ള ഫ്രിക്ഷൻ കുറയ്ക്കാനായിട്ട് സഹായിക്കും ആ ഫ്ലൂയിഡ്. ഏത് ഫ്ലൂയിഡ് ആണത്? ആ ഫ്ലൂയിഡിന് നമ്മൾ പറഞ്ഞ പേരാണ് പെരികാർഡിയൽ ഫ്ലൂയിഡ്. ഏതാണ് മക്കളത്? പെരികാർഡിയൽ ഫ്ലൂയിഡ്. ഓക്കെ, പെരികാർഡിയൽ ഫ്ലൂയിഡ്. അടുത്തത് ബി ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ. ബി ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ദ പാർട്ട് ഓൾസോ നോൺ ആസ് പേസ് മേക്കർ വിച്ച് പ്രൊഡ്യൂസ് ഇലക്ട്രിക്കൽ ഇമ്പൾസ്. ഹാർട്ട് ഇടിക്കുന്ന സമയത്ത് ഇലക്ട്രിക്കൽ ഇമ്പൾസ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ആ ഒരു പേസ് മേക്കർ ആരാണ്? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണല്ലേ 2 എണ്ണവും. ഏതാണ് മക്കളെ അത്? SA നോഡ്. ഏതാണത്? SA നോഡ്. സിമ്പിൾ ആയിട്ട് കിട്ടിയില്ലേ? നേരത്തെ ഡിസ്കസ് ചെയ്താണ്, അടിപൊളിയായിട്ട് കിട്ടിയല്ലേ? ഓക്കെ, പഠിച്ചു വെക്കാം കേട്ടാ. അടുത്തത് ഇതും നേരത്തെ പറഞ്ഞത് 1 വേർഡ് ആണ്, ഇതും 1 വേർഡ് ആണ്. എങ്ങനെയാണെന്ന് അറിയാം 1 വേർഡ് ക്വസ്റ്റ്യൻ വരുന്നത്? അരമാർക്കും അരമാർക്കും, അങ്ങനെ 1 മാർക്ക് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിന് ഒരെണ്ണം സെലക്ട് ചെയ്യുക, 1 മാർക്ക്. ചൂസ് എ ഫോം ഓഫ് ഗ്ലൂക്കോസ് സ്റ്റോർഡ് ഇൻ വെജിറ്റബിൾസ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഓൾറെഡി പഠിച്ചു വെക്കണം. 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് എന്തായാലും ചോദിക്കാറുണ്ട് കേട്ടാ. വെജിറ്റബിൾസിൽ ഏത് ഫോമിലാണ് ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്ത് വെക്കാറ്? നിങ്ങൾ ആലോചിക്കുക, VV ആണ് കേട്ടാ. വെജിറ്റബിൾസ് ആണെങ്കിൽ അതെന്തായിരിക്കുള്ളൂ? വിറ്റാമിൻസ് ആണ്. വെജിറ്റബിൾ ആണെങ്കിൽ അതേതായിരിക്കും? വിറ്റാമിൻ ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പൾസസ് ആണെങ്കിൽ പ്രോട്ടീൻ ആയിരിക്കും. ഷുഗർ കെയിൻ ആണെങ്കിൽ സുക്രോസ് ആയിരിക്കും. മറ്റേതോ ടാപ്പിയോക്ക പോലുള്ള ആൾക്കാരാണെങ്കിലോ, ടാപ്പിയോക്ക വീറ്റ് ഒക്കെ ആണെങ്കിലോ സ്റ്റാർച്ച് ആയിരിക്കും. മനസ്സിലായില്ലേ? എക്കത്തിനെ പഠിച്ചു വെക്കാം. ഓക്കെ അല്ലേടാ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ ഇതും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പറയാവുന്നതേ ഉള്ളൂ അല്ലേ? ഫൈൻഡ് ഔട്ട് ദ നോർമൽ ബ്ലഡ് പ്രഷർ ഓഫ് ഫ്രം ദ ഫോളോയിങ്. താഴെ തന്നിരിക്കുന്നതിൽ നോർമൽ ബ്ലഡ് പ്രഷർ എത്രയാണ് കണ്ടുപിടിക്കാൻ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കൺഫ്യൂഷൻ ആയി. ഇതെല്ലാം നോർമൽ ആണല്ലോ. 120/80 എന്ന് വെച്ചാൽ നോർമൽ അല്ലേ? അപ്പൊ ഇവിടെ എന്താ വ്യത്യാസം വന്നേക്കണേ? ഇവിടെ വ്യത്യാസം വന്നിരിക്കുന്നത് യൂണിറ്റുകൾക്കാണ് കേട്ടാ. യൂണിറ്റുകൾക്കാണ്. ഓക്കെ, യൂണിറ്റ് കറക്റ്റ് ആയിട്ട് പഠിക്കണം ടീച്ചർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായില്ലേ? അതൊക്കെ ഏതാണ് മക്കളെ കറക്റ്റ് ആയിട്ടുള്ള യൂണിറ്റ്? ഇവിടെ ഒന്ന് പറഞ്ഞേടാ, ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള യൂണിറ്റ് വരുന്നത് മക്കളെ? 120/80 mmHg, 120/80 mmHg, 120/80 mmHg, 120/80 mmHg. ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? ഇതൊക്കെ 1ഉം Dയും. ഓക്കെ, ചിലപ്പോൾ ഇത് ഒരെണ്ണമായിട്ട് തരും, ചിലപ്പോൾ ഇത് 2 തരും. ഓക്കെ, അപ്പൊ ഏതാണെങ്കിലും കറക്റ്റ് ആയിട്ട് കണ്ടാൽ അതങ്ങനെ തന്നെ എഴുതി വെക്കാം കേട്ടോ. 120/80 mm, സ്മോൾ ലെറ്റർ mm, ക്യാപിറ്റൽ H, സ്മോൾ ലെറ്റർ G. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഫോം കേട്ടോ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാൽ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, അനലൈസ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. 2 മാർക്കിന്റെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. എന്താണ്? ഐഡന്റിഫൈ ദ മസിൽ ഇൻഡിക്കേറ്റഡ് ആസ് എക്സ്. ഇവിടെ നിങ്ങളോട് എക്സ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? എക്സ് എന്താണെന്ന് എഴുതണം. പറയാം മക്കളെ, ഇവിടെ കാണിച്ചിരിക്കുന്ന എക്സ് ഏതാണ്? അതെ, ഇവിടെയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? എന്താണ് മക്കളെ കാണിച്ചിരിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാലോ കാണിച്ചിരിക്കുന്നത് എന്താണ് എക്സ് എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ സർക്കുലാർ മസിൽ ആണല്ലേ? അതെന്താണ് മക്കളെ? അത് സർക്കുലാർ മസിൽ. ടീച്ചറോട് കൊടുത്തിട്ടുണ്ട്, സർക്കുലാർ മസിൽ ആണ്. ഓക്കെ,
എന്താണ് എക്സ് എന്ന് മാത്രമാണ് നമ്മളോട് ചോദിച്ചേക്കണേ? ആണോ? അല്ല. ആൻഡ് റൈറ്റ് ഇറ്റ്സ് ഫംഗ്ഷൻ ഓൾസോ. ഫംഗ്ഷൻ എഴുതാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ, സർക്കുലർ മസിലിന് എഴുതുന്നതിന് 1/2 മാർക്കും അതിന്റെ ഫംഗ്ഷൻ എഴുതുന്നതിന് 1/2 മാർക്കും. ഓക്കെ, എന്താണ് അതിന്റെ ഫംഗ്ഷൻ? എന്താണ് മക്കളെ? നമുക്കറിയാം സർക്കുലർ മസിലിന്റെ ഫംഗ്ഷൻ ആണ് എന്ത്? കീപ് ദ ഫുഡ് ഫോർ ആൻ ആംബിൾ ഓഫ് ടൈം. കുറച്ച് നേരത്തേക്ക് ഭക്ഷണത്തിനെ പിടിച്ചു നിർത്താം. ഓക്കെ അല്ലേ? അങ്ങനെ എന്ത് ചെയ്തു? സർക്കുലർ മസിലും കിട്ടി, അതിന്റെ ഫംഗ്ഷനും കിട്ടി. ബി ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? നെയിം ദ ടൈപ്പ് ഓഫ് ഡൈജഷൻ ടേക്ക് പ്ലേസ് ഹിയർ, എക്സ്പ്ലെയിൻ ഇറ്റ്. അതായത് ഇവിടെ തന്നിരിക്കുന്ന ഡൈജഷൻ എങ്ങനത്തെ ഡൈജഷൻ ആണെന്ന് ചോദിച്ചേക്കണേ. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട സാധനം, നമ്മൾ 2 ടൈപ്പ് ഡൈജഷൻ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? മെക്കാനിക്കൽ ഡൈജഷനും കെമിക്കൽ ഡൈജഷനും. ഇത് ഏത് ഡൈജഷൻ ആണെന്ന് ഓർക്കാം. ഏതാണ്? മെക്കാനിക്കൽ ഡൈജഷൻ ആണ് തന്നിരിക്കുന്നത് അല്ലേ? മെക്കാനിക്കൽ ഡൈജഷൻ. ഓക്കെ, ഇനി അതിന്റെ ഫംഗ്ഷൻ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പാടിട്ടുണ്ട് അല്ലേ? അപ്പൊ എന്താണ് മെക്കാനിക്കൽ ഡൈജഷൻ? ബ്രേക്ക് ഡൗൺ ദ ഫുഡ് ഇൻ ടു സ്മോളർ പാർട്ടിക്കിൾസ്. ഓക്കെ, നമ്മുടെ പല്ലും സ്റ്റൊമക്കും സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഒക്കെ യൂസ് ചെയ്തിട്ട് ഫുഡിനെ സ്മോൾ പാർട്ടിക്കിൾസ് ആക്കാൻ സഹായിക്കുന്നതാണ് എന്ത്? മെക്കാനിക്കൽ ഡൈജഷൻ. കിട്ടിയില്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? അടുത്തത് പറഞ്ഞ മക്കളെ, അനലൈസ് എ ഹിന്റ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. അതായത് ഒരു ഹിന്റ് ഇവിടെ തന്നിട്ടുണ്ട്, അതിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതാനാണ് പറഞ്ഞേക്കണേ. എന്താണ് ആ ഹിന്റ്? വാൽവ്സ് പ്രിവെന്റ് ദ ബാക്ക്വേർഡ് ഫ്ലോ ഓഫ് ബ്ലഡ് ടു ഏട്രിയ വെൻ വെൻട്രിക്കിൾ കോൺട്രാക്ട്. അതായത് ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത തന്നെ സാധനം, പക്ഷെ വേറെ രീതിയിൽ ചോദിച്ചിരിക്കുന്നു. വെൻട്രിക്കിളിൽ നിന്ന് ഏട്രിയയിലോട്ട് തിരിച്ച് ബ്ലഡ് പോവാത്ത കാരണം എന്താണ്? അവിടെ വാൽവുകൾ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ടായി അല്ലേ? അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഏതാണ്? വിച്ച് ആർ ദ വാൽവ് ഇൻഡിക്കേറ്റഡ് ഹിയർ? ഇവിടെ പറഞ്ഞിട്ടുള്ള വാൽവുകൾ ഏതൊക്കെ? അപ്പൊ നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കാം മക്കളെ, ഇവിടെ നമുക്ക് 3 വാൽവുകളാണ് ഹാർട്ടിൽ വരാറ്. ഓക്കെ, അതിനകത്ത് വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഏട്രിയയിലോട്ട് പോവാതിരിക്കാൻ സഹായിക്കുന്ന വാൽവാ ചോദിച്ചിരിക്കണേ. അത് 2 ഉള്ളൂ. ഓക്കെ, വെൻട്രിക്കിൾ ചുരുങ്ങുമ്പോൾ ഏട്രിയയിലോട്ട് പോവാതിരിക്കാൻ സഹായിക്കുന്ന വാൽവുകൾ 2 ഏതൊക്കെയാണ് മക്കളെ? ട്രൈക്കസ്പിഡ് വാൽവും ബൈക്കസ്പിഡ് വാൽവും. ഓക്കെ, ട്രൈക്കസ്പിഡ് വാൽവും ഉണ്ട്, ബൈക്കസ്പിഡ് വാൽവും ഉണ്ട്. അടുത്ത് നോക്കിയാൽ മക്കളെ, റൈറ്റ് ദ നെയിം ദാറ്റ് ഇൻഡിക്കേറ്റ് ദ കോൺട്രാക്ഷൻ ഓഫ് ഏട്രിയ ആൻഡ് വെൻട്രിക്കിൾ. ഓക്കെ, ഏട്രിയം വെൻട്രിക്കിളിന്റെ കോൺട്രാക്ഷനെ പറയുന്ന വേറെ പേര് ഏതാണെന്നാണ് ചോദിച്ചേക്കണേ. ഏതൊക്കെയാണ് മക്കളെ വേറെ പേര്? ഏട്രിയൽ സിസ്റ്റോളും വെൻട്രിക്കുലർ സിസ്റ്റോളും. ഓക്കെ, ഏട്രിയ ചുരുങ്ങുന്നതിനെ ഏട്രിയൽ സിസ്റ്റോൾ എന്ന് പറയും, വെൻട്രിക്കിൾ ചുരുങ്ങുന്നതിന് എന്താ പറയുക? വെൻട്രിക്കുലർ സിസ്റ്റോൾ എന്ന് പറയും. ഓക്കെ അല്ലേടാ? ക്വസ്റ്റ്യൻ നോക്കിയേ, അനലൈസ് എ ഹിന്റ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ഗിവൺ ബിലോ അല്ല, ആൻസർ ദ ഫോളോയിങ് ആണ്. ആൻസർ ദ ഫോളോയിങ് കേട്ടോ. ഓക്കെ, ആൻസർ ദ ഫോളോയിങ്. ഓക്കെ, അനലൈസ് എ ഹിന്റ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ആണ്. നോക്കിയേ, 3 ഹിന്റുകൾ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് എ ഡൈജസ്റ്റീവ് ജ്യൂസ്. അത് ഡൈജഷന് സഹായിക്കുന്ന ഒരു ജ്യൂസ് ആണ്. ഇറ്റ് ഡസൻറ്റ് ഹാവ് എൻസൈംസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ തന്നെ എനിക്ക് ഈ സാധനം എന്താണെന്ന് കിട്ടിയിട്ടുണ്ടാവും. ഇറ്റ് ക്യാൻ മേക്ക് ദ ഫുഡ് ആൽക്കലൈൻ. ഇതിന് ഫുഡിന് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ആൽക്കലൈൻ ആക്കാനായിട്ട് പറ്റും. വിച്ച് ഡൈജസ്റ്റീവ് ജ്യൂസ് മെൻഷൻ ഹിയർ? ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന ഡൈജസ്റ്റീവ് ജ്യൂസ് ഏതാണ്? ഏതാണ് മക്കളെ ഡൈജസ്റ്റീവ് ജ്യൂസ്? എ. ഏതാണ്? എൻസൈം ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം കിട്ടുന്നത് ആരുടെ മക്കളെ? ബൈലാണ്. ഓക്കെ, ബൈലിനാണ് എന്തില്ലാത്തത്? എൻസൈംസ് ഒന്നും ഇല്ലാത്തത്. ഓക്കെ, റൈറ്റ് അനദർ ഫംഗ്ഷൻ ഓഫ് ദിസ് ഡൈജസ്റ്റീവ് ജ്യൂസ്. ഏതാണ് അതിന്റെ അനദർ ഫംഗ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബൈലാണെന്ന് കിട്ടി. അതിന്റെ വേറെ ഫംഗ്ഷൻ എന്താണ് മക്കളെ കൊടുത്തേക്കുന്നത്? ഒന്ന് റെഗുലേറ്റ് പി എച്ച്. ആ റെഗുലേറ്റ് പി എച്ച് എന്നുള്ളതാണ് അവിടെ കൊടുത്തേക്കുന്നത്. ഇറ്റ് ക്യാൻ മേക്ക് ദ ഫുഡ് ആൽക്കലൈൻ. പി എച്ച് റെഗുലേറ്റ് ചെയ്യാൻ ആൽക്കലൈൻ ആക്കാന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ അതല്ല ചോദിച്ചേക്കണേ. അനദർ ഫംഗ്ഷൻ വെച്ചാൽ വേറെ ഫംഗ്ഷൻ ഏതാ? അപ്പൊ ഇതിനെ എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല. വേറൊരു ഫംഗ്ഷനും കൂടി ആർക്കുണ്ട്? ബൈലിനുണ്ട്. അതാണ് ഇവിടെ കൊടുത്തേക്കണേ. കൺവേർട്ട് ഫാറ്റ് ഇൻ ടു സ്മോളർ പാർട്ടിക്കിൾസ്. ഫാറ്റിനെ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചതേ ഉള്ളൂ. അതെല്ലാം എഴുതി വെക്കേണ്ടത് വേറെ ഫംഗ്ഷനാണ് ചോദിച്ചേക്കണം. അപ്പോൾ വേറെ തന്നെ എഴുതി വെക്കണം കേട്ടോ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മെൻ ബൈ ന്യൂട്രീഷൻ ആൻഡ് വാട്ട് ആർ ദ സ്റ്റേജസ് ഓഫ് ന്യൂട്രീഷൻ? ന്യൂട്രീഷൻ എന്താണെന്നും അതിന്റെ സ്റ്റേജസ് ഏതാണെന്ന് പറയുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? സിമ്പിൾ ആണ്. നോക്കിയ മക്കൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ന്യൂട്രീഷൻ ഈസ് എ പ്രോസസ് ബൈ വിച്ച് ഓർഗാനിസം ഒബ്റ്റെയിൻ ആൻഡ് യൂട്ടിലൈസ് ഫുഡ് ഫ്രം ന്യൂട്രിയൻസ് ഫ്രം ദ എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. അതായത് വേറെ ഒന്നുമില്ല, പച്ച മലയാളത്തിൽ പറഞ്ഞ ഭക്ഷണം കഴിക്കുക. ഓക്കെ, എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ നിന്ന് കിട്ടുന്ന ഫുഡ് കഴിച്ച് ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യുക. അതാണ് എന്ത്? ന്യൂട്രീഷൻ. ഓക്കെ, അതിന്റെ സ്റ്റെപ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം മക്കൾ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇൻജഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമിലേഷൻ, ഇജഷൻ. ഇത് പരമാവധി ഓർഡറിൽ തന്നെ എഴുതാനായിട്ട് നോക്കാം. ഇൻജഷൻ വെച്ചാൽ ഉള്ളിൽ കഴിക്കുക, ഡൈജഷൻ വെച്ചാൽ ഡൈജസ്റ്റ് ചെയ്യുക, അബ്സോർപ്ഷൻ വെച്ചാൽ വലിച്ചെടുക്കുക, അസിമിലേഷൻ എന്താ തന്നെയാണ് വലിച്ചെടുക്കുക, ലാസ്റ്റ് വരുന്ന ഡൈജസ്റ്റീവ് വേസ്റ്റുകളെ പുറത്തോട്ട് കളയുന്നതിനെ പറഞ്ഞ പേരെന്ത്? ഇജഷൻ. ഓക്കെ അല്ലേ പറഞ്ഞത്? രണ്ടാമത്തെ ക്വസ്റ്റൻ എന്താ പറഞ്ഞേക്കുന്നത്? വൈ പ്ലാസ്മ മെംബ്രെയിൻ ഈസ് ഓൾസോ നോൺ ആസ് സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിനെ എന്തുകൊണ്ടാണ് സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് അറിയപ്പെടുന്നത്? ഓക്കെ, ഇതിനൊരു മാർക്ക്,
ഇതിനൊരു മാർക്ക്, ഇതിനൊരു മാർക്ക്. അങ്ങനെ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതല്ലാതെ ഇത് അരമാർക്കായിട്ടും തരാറുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പൊ ടീച്ചർ വിട്ടേക്കണ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ്. ഇതേപോലെ തന്നെ ചോദിക്കാനുള്ള ചാൻസും കൂടുതലാണ്. ഓക്കെ അല്ലേടാ? അപ്പൊ നോക്കിയേ, എന്തുകൊണ്ടാണ് പ്ലാസ്മ മെംബ്രെയിനെ സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് അറിയപ്പെടുന്നതിന്റെ കാരണം എന്തുകൊണ്ടാണ് മക്കളെ ഒന്ന് പറഞ്ഞേ? ഇത് വേറെ ഒന്നുമില്ലടാ, സെലക്റ്റീവ്ലി പെർമിയബിൾ ആക്കാന്ന് വെച്ചാല് സെലക്ട് ചെയ്ത് എടുക്കുക. അതായത് എല്ലാവർക്കും അങ്ങനെ കയറാൻ പറ്റില്ല. സെലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിന്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റുള്ളൂ. അതിനാണ് നമ്മൾ എന്താ പറയുക, സെലക്റ്റീവ്ലി പെർമിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കിയാൽ വേറെ ഒന്നുമില്ല, ഓൺലി സെർട്ടൈൻ മോളിക്യൂൾസ് ക്യാൻ പാസ് ത്രൂ ദ പ്ലാസ്മ മെംബ്രെയിൻ. ഓക്കെ, സെലക്റ്റഡ് ആയിട്ടുള്ള മെമ്പേഴ്സിന് മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്ലാസ്മ മെംബ്രെയിൻ്റെ ഉള്ളിലോട്ട് കിടക്കാൻ പറ്റുള്ളൂ. അത് ആരൊക്കെയാണ് മക്കളെ? 1 വാട്ടർ, 2 ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, 3 കാർബൺ ഡൈ ഓക്സൈഡ്. Okay, they can easily pass through it, but other substances and ions can only pass through special channels. സ്പെഷ്യൽ ചാനൽസ് ഉണ്ടെങ്കിൽ മാത്രം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൽ കൂടെ കടക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഈ 3 ആൾക്കാർക്കും എളുപ്പത്തിലൂടെ സെലക്റ്റഡ് ആയിട്ട് കടക്കാം. അതുകൊണ്ട് ഇതിനെ പറഞ്ഞ പേരാണ് എന്ത്, സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ. ഓക്കെ, അപ്പൊ അത് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ, റൈറ്റ് റീസൺ ഫോർ ദ ഫോളോയിങ് റിലേറ്റഡ് ടു ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം. ഓക്കെ, അതായത് ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് 3 പോയിന്റ്സുകൾ ഉണ്ട്. അതിന്റെ കാരണങ്ങൾ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഒന്നാമതാണ് എന്ത്, സെർട്ടൈൻ ബാക്ടീരിയ റിസൈഡ് ഇൻ ദ ലാർജ് ഇൻറ്റസ്റ്റൈൻ. ലാർജ് ഇൻറ്റസ്റ്റൈനിൽ കുറച്ച് ബാക്ടീരിയാസ് കാണപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത് കാണപ്പെടുന്നത്? എൻ്റെ ആൻസർ ആണ് മക്കളെ, സെർട്ടൈൻ ബാക്ടീരിയാസ് ഓഫ് ദ ലാർജ് ഇൻറ്റസ്റ്റൈൻ പ്രൊഡ്യൂസ് വിറ്റാമിൻ കെ ആൻഡ് ബി കോംപ്ലക്സ്. എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവര്? നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ന്യൂട്രിയൻസിൽ നിന്ന് വിറ്റാമിൻ കെയും വിറ്റാമിൻ ബി കോംപ്ലക്സും എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് ഇതിന്റെ കാരണം. ഓക്കെ, രണ്ടാമത്തെ എന്താ പറഞ്ഞേക്കുന്നത്, ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രസന്റ് ഇൻ ദ സ്റ്റൊമക്. സ്റ്റൊമക്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്. എന്തുകൊണ്ടാണ് മക്കളെ? നമ്മൾ പഠിച്ചിട്ടുള്ള അതേ സാധനമാണ് എന്ത്, ദേ ഡിസ്ട്രോയ് ജേംസ് ആൻഡ് ദേ റെഗുലേറ്റ് പി എച്ച്. ജേംസിനെ കൊല്ലുകയും ചെയ്യുന്നുണ്ട്, അസിഡിറ്റി കുറച്ച് ആൽക്കലൈൻ ആക്കുകയും ചെയ്യുന്നുണ്ട് ഫുഡിനെ. ഓക്കെ, അടുത്താണ് എന്ത്, വില്ലസ് ആർ പ്രസന്റ് ഓൺ ദ വാൾ ഓഫ് ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഇതും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? എന്താണ് പറഞ്ഞേക്കുന്നത്? ഇൻക്രീസ് ദ സർഫസ് ഏരിയ ഓഫ് അബ്സോർപ്ഷൻ. സർഫസ് ഏരിയ കൂട്ടി അബ്സോർപ്ഷന് സഹായിക്കുന്ന ആൾക്കാരാണ് ആര്? വില്ലസ്. ഓക്കെ അല്ലേ? എളുപ്പത്തിൽ ഇപ്പൊ കിട്ടുന്നുണ്ട് അല്ലേ? പെട്ടെന്ന് പഠിച്ചു പോയി പെട്ടെന്ന് ആൻസർ ചെയ്യാൻ നോക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ, തോന്നിയ പോലെ ചെയ്യരുത്. ഓക്കെ, അടുത്താണ് എന്ത്, കംപ്ലീറ്റ് ദ ടേബിൾ. ഈ ടേബിൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ടേബിൾ ആണ്, അതേപോലെ തന്നെ ചോദിക്കാറുണ്ട്. ഓക്കെ അല്ലേ? എന്താണ്, അമീബയുടെയും ഹൈഡ്രയുടെയും ഡൈജഷനെ ബേസ് ചെയ്തിട്ടാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ബോഡി സ്ട്രക്ചർ, അമീബ എന്ന് വെച്ചാൽ എന്താണ് മക്കളെ? യൂണിസെല്ലാർ ആണ്. പക്ഷെ ഹൈഡ്ര അങ്ങനെയാണോ? അല്ല, മൾട്ടി സെല്ലാർ ആണ്. പക്ഷെ നമ്മുടെ പോലെ മൾട്ടി സെല്ലർ ആണോ? അല്ല, മൾട്ടി സെല്ലാർ ആണ്, ബട്ട് ഇറ്റ് ഈസ് സിമ്പിൾ. അപ്പൊ എങ്ങനെ എഴുതണം മക്കളെ? സിമ്പിൾ മൾട്ടി സെല്ലുലാർ. സിമ്പിൾ മൾട്ടി സെല്ലുലാർ. സിമ്പിൾ മൾട്ടി സെല്ലുലാർ. ഓക്കെ, അടുത്തത് മീൻസ് ടു ഹെൽപ്പ് ഇൻജക്ഷൻ. എങ്ങനെയാണ് ഭക്ഷണം അവർ വിഴുങ്ങുന്നത്? ഇൻജക്ഷൻ എന്ന് വെച്ചാൽ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിഴുങ്ങുക. എങ്ങനെയാണ് വിഴുങ്ങുന്നത്? അതിന് അമീബനെ സഹായിക്കുന്ന ആൾക്കാര് സ്യൂഡോപോഡിയ. ഓക്കെ, അങ്ങനെ ഹൈഡ്രനെ ആരെ സഹായിക്കുക? അതിനെ സഹായിക്കുന്ന ആൾക്കാര് ടെൻഡക്കിൾസ്. ആരെ സഹായിക്കാം മക്കളെ? ടെൻഡക്കിൾസ്. ഇനി ഡൈജഷൻ എങ്ങനെയാണ് നടക്കുന്നത്? അമീബയുടെ ഡൈജഷൻ നടക്കുന്നത് ഇൻസൈഡ് ദ സെല്ലാണല്ലേ, അതായത് ഇൻട്രാസെല്ലാർ ഡൈജഷനാണ്. ഓക്കെ, അങ്ങനെ എന്നുണ്ടെങ്കിൽ ഹൈഡ്രേഡ് ആണല്ലോ മക്കളെ. ഹൈഡ്രേഡ് എങ്ങനെയാണ് നടക്കുന്നത്? ഇൻട്രാസെല്ലാറും ഉണ്ട്. ഇൻട്രാസെല്ലാർ മാത്രമാണ് ഉള്ളത്? അല്ല, ഇൻട്രാസെല്ലാറും ഉണ്ട്, അതേപോലെ തന്നെ എക്സ്ട്രാ സെല്ലാറും ഉണ്ട്. ഇൻട്രാസെല്ലാറും ഉണ്ട്. ഇനി ഇജക്ഷൻ എങ്ങനെയാണ് വേസ്റ്റിനെ പുറത്തോട്ട് കളയുക? എങ്ങനെയാണ് മക്കളെ അമീബ വേസ്റ്റിനെ പുറത്തോട്ട്? അതൊക്കെ അവരുടെ ജസ്റ്റ് സ്ട്രക്ചർ ഒന്ന് ടീച്ചർ കാണിച്ചില്ല. ഇതാണ് അമീബ, ഇതാണ് എന്ത്, സ്യൂഡോപോഡിയ കേട്ടാ, സ്യൂഡോപോഡിയ. ഇതാണ് ഹൈഡ്ര, ഇതാണ് ഹൈഡ്രയുടെ എന്താ പറയുന്നത്, ടെൻഡക്കിൾസ്. ചിലപ്പോൾ ഈ ഒരു ഫിഗർ തന്നിട്ട് ഇതെന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ അല്ലേ? ഇനി ഇവർക്ക് ഫുൾ എന്താണ്, ഇൻട്രാ സെല്ലാർ ആണ്, അതായത് ഇൻസൈഡ് ദ സെല്ലാണ് ഇവിടെ ഡൈജഷൻ. പക്ഷെ ഇവിടെ ആണെങ്കിലോ ഇൻട്രാ സെല്ലാറും ഉണ്ട്, എക്സ്ട്രാ സെല്ലാറും ഉണ്ട്. ഓക്കെ അല്ലേ? ഇത് ഇൻട്രാ സെല്ലാർ, ഇത് എക്സ്ട്രാ സെല്ലാർ. ഓക്കെ അല്ലേടാ? ഓക്കെ, ഇനി എങ്ങനെയാണ് ഒരു വേസ്റ്റിനെ കളയാൻ വെച്ചാൽ ഇതിൽ കൂടെ വന്ന് ഇതിൽ കൂടെ എന്താണ് ചെയ്യുക, വേസ്റ്റിനെ പുറത്തോട്ടല്ലേ. അപ്പോൾ അതായത് ത്രൂ മൗത്ത് തന്നെയാണ്, ത്രൂ മൗത്ത് അല്ല, ത്രൂ സെൽ സർഫസ് അല്ലെങ്കിൽ ത്രൂ സെല്ലിൽ കൂടെ തന്നെയാണ് അവരെന്ത് ചെയ്യാറ്, പുറത്തോട്ട് വേസ്റ്റിനെ കളയാറ്. അങ്ങനെ ഹൈഡ്ര എങ്ങനെയാണ് മക്കളെ വേസ്റ്റിനെ പുറത്തോട്ട് കളയുക? അവർക്ക് ഇതിൽ കൂടെ കളയാൻ പറ്റുമോ? ഇല്ല, കാരണം ഇത് ഓരോരുത്തർ ഫിക്സ്ഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് ഇതിൽ കൂടെ അവർക്ക് വേസ്റ്റ് കളയാൻ പറ്റില്ല. അപ്പോൾ അവരെന്ത് ചെയ്യുക, നേരെ തിരിച്ച് മൗത്തിൽ കൂടെ തന്നെ വേസ്റ്റിനെ പുറത്തോട്ട് കളയും. പറഞ്ഞ മനസ്സിലായില്ലേ? ഇവർ സെല്ലിൽ കൂടെ വേസ്റ്റ് കളയും, ഇവരാണെങ്കിലോ ത്രൂ മൗത്ത്.
അത് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം കേട്ടോ. ത്രൂ സെല്ലും ത്രൂ മൗത്തും. ഓക്കെ അല്ലേ പറഞ്ഞത്? അപ്പൊ അതും കഴിഞ്ഞു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Complete the illustration related to human circulatory system. Complete the illustration related to human circulatory system. ഓക്കെ, എന്താണ് പറഞ്ഞേക്കുന്നത്? നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഫ്ലോ ചാർട്ട് ആണ് തന്നേക്കുന്നത്. നോക്കിയ മക്കളെ, ബ്ലഡ് പാസസ് ട്വൈസ് ദ ചേംബർ ഓഫ് ദ ഹാർട്ട്. അതായത് ഹാർട്ടിന്റെ ഉള്ളിൽ കൂടെ, ചേംബറിൽ കൂടെ ബ്ലഡ് 2 പ്രാവശ്യം പാസ് ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ 2 പ്രാവശ്യം പാസ് ചെയ്ത് പോകുന്നതിന് നമ്മളൊരു പേര് പറയൂലേ, ആ പേരാണോട് ചോദിച്ചേക്കാം. എന്താ മക്കളെ അതിനെ പറഞ്ഞ പേര്? ഇറ്റ് ഈസ് ഡബിൾ സർക്കുലേഷൻ. എന്താണത്? ഡബിൾ സർക്കുലേഷൻ. ഓക്കെ, ഡബിൾ സർക്കുലേഷൻ കിട്ടി. അടുത്തത്, അതിനെ 2 ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്താണ് പൾമനറി സർക്കുലേഷൻ, രണ്ടാമത്തെ എന്താണെന്ന് ചോദിച്ചിട്ടില്ല. നമുക്കറിയാലോ മക്കളെ, എന്താണത്? സിസ്റ്റമിക് സർക്കുലേഷൻ. എന്താ പറഞ്ഞ മക്കളെ? സിസ്റ്റമിക് സർക്കുലേഷൻ. ഓക്കെ, അതും കിട്ടി. ഓക്കെ, ഇനി നോക്കിയാൽ മക്കളെ, സിസ്റ്റമിക് സർക്കുലേഷന്റെ ഡെഫിനിഷൻ തന്നിട്ടുണ്ട്, പക്ഷെ പൾമനറി സർക്കുലേഷൻ ഡെഫിനിഷൻ തന്നിട്ടില്ല. അപ്പൊ എങ്ങനെ എഴുതണോടാ? ഇറ്റ് ഈസ് സ്റ്റാർട്ട് ഫ്രം ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ. നിങ്ങൾ ഇനിയിപ്പോൾ ലോജിക് അനുസരിച്ച് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കണ്ട. ഓക്കെ, ലോജിക് അനുസരിച്ച് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ലെഫ്റ്റ് വെൻട്രിക്കിൾ തന്നേക്കണമെങ്കിൽ നിങ്ങൾ അവിടെ നേരെ കൊണ്ടിട്ട് എന്ത് എഴുതണോടെ മക്കളെ? റൈറ്റ് വെൻട്രിക്കിൾ എഴുതണം. ഇവിടെ റൈറ്റ് ഏട്രിയം തന്നേക്കണമെങ്കിൽ നിങ്ങൾ അവിടെ കൊണ്ടിട്ട് നേരെ എന്ത് എഴുതിയാൽ മതി? അതിന് നേരെ ഓപ്പോസിറ്റ് ലെഫ്റ്റ് ഏട്രിയം എഴുതിയാൽ മതി. അപ്പോൾ ഒരു കാര്യം ആലോചിക്കുക, ഇതിൽ ലെഫ്റ്റ് വെൻട്രിക്കിളാണ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതെന്തായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്? റൈറ്റ് വെൻട്രിക്കിൾ. അപ്പോൾ സ്റ്റാർട്ട് ഫ്രം ദ റൈറ്റ് വെൻട്രിക്കിൾ. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എവിടെ ചെന്നാൽ മക്കൾ ഇത് അവസാനിക്കുക? റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എവിടെ ചെന്ന് അവസാനിക്കും? ഇറ്റ് ഈസ് എൻഡഡ് ഇൻ ദ ലെഫ്റ്റ് ഏട്രിയം. ലെഫ്റ്റ് ഏട്രിയം. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ എഴുതിയാൽ മതി. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കൊണ്ടുപോയിട്ട് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ മാർക്കും കിട്ടി. 3 മാർക്കിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ, റീഡ്രോ ദ ഡയഗ്രാം. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. റീഡ്രോ ചെയ്യാനായിട്ട് ചോദിക്കാറ് 4 മാർക്കിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. റീഡ്രോ ദ ഡയഗ്രാം ആൻഡ് ലേബൽ ദ പാർട്സ് ബൈ ഗിവിംഗ് ദ ഹിൻസ് ഗിവൺ ബിലോ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ മക്കൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. ടൂത്തിന്റെ സ്ട്രക്ചർ നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? ടൂത്തിന്റെ എല്ലാ ഭാഗവും അടയാളപ്പെടുത്തേണ്ട കാര്യമില്ല. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ഹിന്റുകൾ തന്നിട്ടുണ്ട്, അതിന് ചോദിച്ചിരിക്കുന്ന ഭാഗങ്ങൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അതിനകത്ത് അടയാളപ്പെടുത്തിയാൽ മതി. എക്സ്ട്രാ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരുവിധ മാർക്കും കിട്ടാനായിട്ട് പോണില്ല. ഓക്കെ, വരയ്ക്കുമ്പോഴും പെൻസിലുകൊണ്ട് വൃത്തിയായിട്ട് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ നോക്കിയേ, നമ്മൾ എന്ത് ചെയ്തു? ഇപ്പോൾ ടീച്ചർക്ക് വരച്ച സമയം കളയാനില്ലാത്തതുകൊണ്ട് ടീച്ചർ ആദ്യം ഫിഗർ തന്നെ ജസ്റ്റ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ ആൻസേഴ്സ് ഓരോന്ന് നോക്കാം. ഓക്കെ, എ, പാർട്ട് വേർ ഒഡോണ്ടോബ്ലാസ്റ്റ് ആർ സീൻ. ഒഡോണ്ടോബ്ലാസ്റ്റ് കാണപ്പെടുന്ന ഭാഗം ഏതാണ്? ഒക്കെ എ ക്വസ്റ്റ്യൻ ആണ് അത് അല്ലേ? എ ഹിൻ്റാണ് തന്നിരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഭാഗം ഏതാണോ അതിനെ നേരെ കൊണ്ടുപോയിട്ട് അടയാളപ്പെടുത്തിയിട്ട് എന്നൊന്നും ഇടാൻ നിൽക്കണ്ട. ആ ഭാഗത്തിന്റെ പേരാണ് എഴുതാം. ഒഡോണ്ടോബ്ലാസ്റ്റ് കാണപ്പെടുന്ന ഭാഗം ഏതാണ്? അതെ, ഇതാണ് അല്ലേ? ടീച്ചർ അടയാളപ്പെടുത്തിയ അതേ ഭാഗം തന്നെയാണ്. ആ ഭാഗത്ത് നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? പൾപ്പ് ക്യാവിറ്റി. എന്താ പറഞ്ഞ മക്കളെ? പൾപ്പ് ക്യാവിറ്റി. പൾപ്പ് ക്യാവിറ്റിയിലാണ് എന്ത് കാണപ്പെടുന്നത്? ഒഡോണ്ടോബ്ലാസ്റ്റ് കാണപ്പെടുന്നത്. ഓക്കെ അല്ലേ? അത് അങ്ങനെ തന്നെ വരച്ചു വെക്കാം. ചില കുട്ടികൾ ചെയ്യും, ഇവിടെ എ ബി സി എന്നൊക്കെ എഴുതിയിട്ട് അത് പിന്നെയും എഴുതാൻ, അങ്ങനെ നിന്ന് വെറുതെ സമയം കളയണ്ട. അത് നേരെ അടയാളപ്പെടുത്താൻ അതിന്റെ പേര് എഴുതാം. ചില കുട്ടികൾ വെറുതെ എല്ലാ ഭാഗവും അടയാളപ്പെടുത്തി വെക്കും. എ ഏതാ ബി ഏതാ സി ഏതാന്ന് മനസ്സിലാവില്ല. അങ്ങനെയൊക്കെ വന്നാൽ നമുക്ക് എന്ത് ചെയ്യില്ല? ടീച്ചർമാർ മാർക്ക് ഇട്ട് തരില്ല. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പൾപ്പ് ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? അവിടെ ബ്രാക്കറ്റിൽ എ. ഓക്കെ, നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ വേണ്ടി ടീച്ചർ പറഞ്ഞ തന്നെ ശ്രദ്ധിക്കുക കേട്ടോ. ഡയഗ്രാം വരയ്ക്കുമ്പോൾ എല്ലാവരും പഠിച്ചിട്ടുള്ളതായിരിക്കും ഡയഗ്രാം വരയ്ക്കുക, അടയാളപ്പെടുത്താൻ അടിപൊളിയായിട്ടൊക്കെ വരച്ചിട്ടുണ്ടാവും. പക്ഷേ എ ബി സി അടയാളപ്പെടുത്താതെ നിങ്ങൾക്ക് എന്ത് കിട്ടില്ല? മാർക്ക് കിട്ടില്ല. ഓക്കെ, പൾപ്പ് ക്യാവിറ്റി ആണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പൊ എ കിട്ടി. ബി എന്താ പറഞ്ഞേക്കുന്നത്? ടിഷ്യൂ ദാറ്റ് ഹോൾഡ് ദ ടൂത്ത് ഇൻ ദ ഗം. ഗമ്മില് ടൂത്തിനെ പിടിച്ചു വെക്കാൻ സഹായിക്കുന്ന ആള് ഏതാണ് മക്കളെ? നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഏതാണത്? സിമെന്റം. സിമെന്റം. സി ആണ് സിമെന്റം. സിമെന്റമാണ്. അപ്പൊ അവിടെ എന്തിടണം? ബി എന്നിടണം. ഓക്കെ, ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. അടുത്താണ് മക്കൾ എന്തെന്ന് പറഞ്ഞത്? സി ക്വസ്റ്റ്യൻ. ബിയും കിട്ടി. സി ക്വസ്റ്റ്യൻ, ദ ലിവിംഗ് ടിഷ്യൂ ബൈ വിച്ച് ടൂത്ത് ഈസ് മെയ്ഡ്. ടൂത്ത് ഉണ്ടാക്കാനായിട്ട് സഹായിച്ച ലിവിംഗ് ടിഷ്യൂ ഏതാണത്? ഇതാണ് അല്ലേ? ഏതാണത്? ഡെന്റൈൻ. അതിനെ പറഞ്ഞ പേരാണ് മക്കൾ എന്ത്? ഡെന്റൈൻ. അപ്പൊ നിങ്ങൾ അത് എഴുതിയിട്ട് നേരെ എന്ത് ചെയ്യാം? ബ്രാക്കറ്റിൽ സി. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഞാൻ ഉറപ്പ് തരുന്ന മക്കൾ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും. അടയാളപ്പെടുത്തുന്നതിന് 3 മാർക്കും ഇത് വരയ്ക്കുന്നതിന് 1 മാർക്കും. അത് പെൻസിലോണ്ട് നല്ല വൃത്തിക്കൊക്കെ വരച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് മാർക്ക് കിട്ടും. ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ അല്ലേ പറഞ്ഞ മക്കളെ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഡയഗ്രാം ഓഫ് ദ ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് ആൻസർ ദ ഫോളോയിങ്. അതായത് നമുക്കൊരു ഡയഗ്രാം തന്നിട്ട് നമുക്ക് അപ്പം തന്നെ മനസ്സിലായി എന്താണത്? ക്ലോറോപ്ലാസ്റ്റ് ആണ് മനസ്സിലായി. ഇനി ഐഡന്റിഫൈ, എഫ് ആണ് കേട്ടോ മക്കളത്. ഐഡന്റിഫൈ ആൻഡ് നെയിം എക്സ് ആൻഡ് വൈ.
എക്സ് വൈ എന്താന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്ത് പേര് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഏതാണ് മക്കളെ? എക്സ് എന്ന് പറഞ്ഞാൽ ആ കട്ടയാണ് അല്ലേ, ഏതാണത്? ഇറ്റ് ഈസ് കോൾഡ് ഗ്രാന. ഓക്കെ, ഇറ്റ് ഈസ് കോൾഡ് ഗ്രാന. ഇനി വൈ എന്ന് പറഞ്ഞ എന്താണ്? ആ ഒരു ഭാഗമാണ് അല്ലേ, ആ ഭാഗത്ത് നമ്മൾ പറഞ്ഞ പേരാണ് സ്ട്രോമ. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ എഴുതണം? എങ്ങനെ എഴുതണ്ട മക്കളെ? ടീച്ചർ അതിന്റെ മോഡൽ കാണിച്ചു കേട്ടോ. അതെ, ഇതല്ല, ഇത് അതിന്റെ ലൈറ്റ് ഫേസും ഡാർക്ക് ഫേസും പറഞ്ഞേക്കണം കേട്ടോ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എ ക്വസ്റ്റ്യൻ, ഓക്കെ, എന്നിട്ട് എക്സിന്റെ നേരെ എന്ത് ചെയ്യുക? ഗ്രാന, വൈന്റെ നേരെ എന്ത് ചെയ്യുക? സ്ട്രോമ. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ മാർക്കായി. ഓക്കെ, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ മാർക്കായി. ഐഡന്റിഫൈ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ, അത് ഐഡന്റിഫൈ ചെയ്തു. ഇനി ബി ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? എക്സ്പ്ലെയിൻ ദ ഫോട്ടോസിന്തറ്റിക് പ്രോസസ് ടേക്ക് പ്ലേസ് ഇൻ എക്സ് ആൻഡ് വൈ. അതായത് ഇവിടെ നടക്കുന്ന എക്സിലും വൈയിലും നടക്കുന്ന ഫോട്ടോസിന്തറ്റിക് പ്രോസസ്സുകൾ ഏതൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാന്ന് നോക്കിയാലോ മക്കളെ? അതാണ് ടീച്ചറോട് കൊടുത്തേക്കുന്നത്. എക്സിൽ നടക്കുന്നതാണ് എന്തെന്ന് പറഞ്ഞത്? എക്സിൽ നടക്കുന്ന ഫോട്ടോസിന്തറ്റിക് പ്രോസസ് ആണ് ലൈറ്റ് ഫേസ്. ഇവിടെ ബി എന്ന് എഴുതണം കേട്ടാ. ഓക്കെ, വൈയിൽ നടക്കുന്ന ഫോട്ടോസിന്തറ്റിക് പ്രോസസ് ആണ് എന്തെന്ന് പറഞ്ഞത്? ഡാർക്ക് ഫേസ് അല്ലേ. ഗ്രാന സ്ട്രോമ, ഗ്രാന എക്സ്, സ്ട്രോമ വൈ, അവിടെ നടക്കുന്ന ഫോട്ടോസിന്തറ്റിക് പ്രോസസ് ആണ് കൊടുത്തേക്കുന്നത്. ഇതൊക്കെ ഇതെന്താണ്? ഗ്രാനിലാണ് നടക്കാറ്, പ്രസൻസ് ഓഫ് ലൈറ്റിലാണ് നടക്കാറ്, വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഹൈഡ്രജൻ ഓക്സിജൻ ആവാറുണ്ട്, ഓക്സിജനെ പുറത്തോട്ട് കളയുന്നു, ഹൈഡ്രജൻ സ്ട്രോമയിൽ എടുത്തുന്നു, അത് കൂടാതെ ATP എനർജി മോളിക്യൂൾസ് എല്ലാം ഉണ്ടാകും. ഇതാണ് ലൈറ്റ് ഫേസ്. ഡാർക്ക് ഫേസ് ആണെങ്കിലോ സ്ട്രോമയിലാണ് നടക്കാറ്, ലൈറ്റ് യൂസ് ചെയ്യാറില്ല, ഹൈഡ്രജനും എനർജി ATP എന്ന് പറഞ്ഞ എനർജി യൂസ് ചെയ്തിട്ട് എന്താണ്? ഗ്ലൂക്കോസിനെ ഉണ്ടാക്കും. അല്ല, അത് രണ്ടും ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്തിട്ട് ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞ ആളെ പ്രൊഡ്യൂസ് ചെയ്യും. മനസ്സിലായില്ലേ? ഓക്കെ, ഇത് എല്ലാവരും വിചാരിക്കും സിമ്പിൾ ആണെന്ന്, പക്ഷെ ഇപ്പോഴും തെറ്റിച്ച് വെക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഇത് ശ്രദ്ധിച്ച് പഠിക്കുക, എളുപ്പമായിട്ട് 4 മാർക്ക് വാങ്ങാവുന്നതേ ഉള്ളൂ. ഈ ബോക്സ് വരയ്ക്കുന്ന എഴുതുന്നതിന് 2 മാർക്കും ഇതിന് 2 മാർക്കും. മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ മക്കളെ? ഇതേപോലെ എക്സ് വൈ എന്ന് പറഞ്ഞ വൃത്തിക്ക് എഴുതാ. ബോക്സ് വരച്ച് എഴുതി കഴിഞ്ഞാൽ ടീച്ചർമാർക്ക് ഒരു ഇംപ്രഷൻ തോന്നും, അവർ മാർക്ക് ഇട്ട് തരുകയും ചെയ്യും. ഓക്കെ അല്ലേ? അതേപോലെ വൃത്തിക്ക് എഴുതാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ ഫ്ലോ ചാർട്ട് ഓഫ് പാത്ത് ഓഫ് ന്യൂട്രിയൻസ് ഇസ് ഗിവൺ ബിലോ. അതായത് ന്യൂട്രിയൻസിന്റെ ഫ്ലോ ചാർട്ടുമായി ബന്ധപ്പെട്ട ഒരു ഫ്ലോ ചാർട്ട്, പാത്തുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഫ്ലോ ചാർട്ടാണ് തന്നേക്കുന്നത്. ഇത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക? ആൻസർ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. എ ക്വസ്റ്റ്യൻ, നെയിം ദ ബ്ലഡ് വെസൽ ദാറ്റ് ഇൻഡിക്കേറ്റഡ് ബൈ ലെറ്റേഴ്സ് A, B ആൻഡ് C. A, B, C എന്ന് പറഞ്ഞേക്കുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് കണ്ടുപിടിക്കാം. ഏതൊക്കെയാണ് മക്കളെ? A, B, C. അപ്പൊ ശ്രദ്ധിക്കുക, സ്മോൾ ഇൻഡസ്റ്റൈനിൽ നിന്നും ലിവറിലോട്ട്, ഒരു ഓർഗനിൽ നിന്നും മറ്റൊരു ഓർഗനിലോട്ടാണ് എന്ത് കൊണ്ടുപോയേക്കണത്? ഇവിടെ ബ്ലഡ് കൊണ്ടുപോയേക്കണത്. ഓക്കെ, ഒരു ഓർഗനിൽ നിന്നും മറ്റൊരു ഓർഗനിലോട്ട് എന്ത് കൊണ്ടുപോയിട്ടുണ്ട്? ബ്ലഡിനെ കൊണ്ടുപോയിട്ടുണ്ട് അല്ലേ. അപ്പൊ നോക്കിയാൽ മക്കളെ, ഇവിടെ ഓർഗൻസ് തമ്മിലാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടക്കുന്നത് അല്ലെ, ബ്ലഡ് ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഓർഗൻസ് തമ്മിൽ ഒരു ഓർഗനിൽ നിന്നും മറ്റൊരു ഓർഗനിലോട്ട് ബ്ലഡ് കൊടുത്തു വിടുന്ന ആ ഒരു പ്രോസസ്സിന് നമ്മളൊരു പേര് പറയും. എന്താ അറിയില്ലേ? ആ പ്രോസസ്സ് നമ്മൾ പറഞ്ഞ പേരാണ് പോർട്ടൽ സിസ്റ്റം എന്നാ പറയാം. എന്താ പറഞ്ഞ മക്കളെ? പോർട്ടൽ സിസ്റ്റം. ഒരു ഓർഗനിൽ നിന്നും മറ്റൊരു ഓർഗനിലോട്ട്, ഹാർട്ടിനെ കൂട്ടൂലട, ഓർഗൻസ് തമ്മിലുള്ള പരിപാടിയാണത്. അങ്ങനത്തെ പ്രോസസ്സിനെ പറഞ്ഞ പേരാണ് എന്ത്? പോർട്ടൽ സിസ്റ്റം. അതിനെ സഹായിക്കുന്ന വെയിൻസ് അല്ലെങ്കിൽ ഞരമ്പുകളെ പറഞ്ഞ പേരാണ് എന്ത്? പോർട്ടൽ വെയിൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ A എന്ന് പറഞ്ഞ ആരാണ്? സ്മോൾ ഇൻഡസ്റ്റൈനിൽ നിന്നും ലിവറിലോട്ട് ബ്ലഡ് കൊണ്ടുപോയി അങ്ങനെ സഹായിക്കുന്ന ആളെ പറഞ്ഞ പേരാണ് എന്ത്? പോർട്ടൽ വെയിൻ. ആരെ സഹായിച്ച്? പോർട്ടൽ വെയിൻ. ഓക്കെ, അപ്പൊ A എന്ന് പറഞ്ഞത് പോർട്ടൽ വെയിൻ ആണ്. ഇതൊക്കെ A എന്ന് പറഞ്ഞത് പോർട്ടൽ വെയിൻ ആണ്. ഇനി B നോക്കിയാൽ മക്കളെ, ലിവറിന്ന് സിയിലോട്ടാണ് ബ്ലഡ് കൊണ്ടുപോയേക്കണേ. ലിവറിന്ന് സിയിലോട്ടാണ് ബ്ലഡ് കൊണ്ടുപോയേക്കണേ. നിങ്ങൾ ഇവിടെ നോക്കേണ്ടത്, ഇവിടെ ലിവർ ഉണ്ടോ? ലിവർ ഉണ്ടെങ്കിൽ അയാളുടെ പേര് ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ ആയിരിക്കും. ആരായിരിക്കും അത്? ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ. ഓക്കെ, ഹെപ്പാറ്റിക് എന്നുള്ള വാക്കിന്റെ അർത്ഥം ലിവർ ആണ്. അപ്പൊ ലിവറിൽ നിന്നും ബ്ലഡ് കൊണ്ടുവരുന്ന വെയിൻ ആണ് എന്ത്? ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ. അപ്പൊ B എന്ന് പറഞ്ഞ ആരായിരിക്കുള്ള മക്കളെ? ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ ആയിരിക്കും. ഓക്കെ, ഇനി ബിയിൽ നിന്നും C എങ്ങോട്ട്? ബ്ലഡിനെ കൊണ്ടുപോയിക്കുന്ന ഹാർട്ടിലോട്ടാണല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ബോഡിയുടെ ഏത് ഭാഗത്തു നിന്നുള്ള ബ്ലഡ് ആയിക്കോട്ടെ അതിനൊക്കെ ഹാർട്ടിലോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ആളാര്? ആരെന്ന് പറഞ്ഞത്? വീനക്കാവ. ആരെന്നെ സഹായിക്കുന്നത്? വീനക്കാവ. സുപ്പീരിയർ വീനക്കാവ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഹാർട്ടിന്റെ ഭാഗത്തോട്ട് ബ്ലഡ് എത്തുന്ന ഏത് വഴിയാ? സുപ്പീരിയർ വീനക്കാവ വഴിയും ഇൻഫീരിയർ വീനക്കാവ വഴിയും. അപ്പൊ നോക്കിയേ, ഹെപ്പാറ്റിക് പോർട്ടൽ വെയിനിൽ നിന്നും ഹാർട്ടിലോട്ട് ബ്ലഡിനെ കൊടുക്കാൻ സഹായിക്കുന്ന C ഏത് വെയിൻ ആയിരിക്കും മക്കളെ? നോക്കി, ബ്ലഡ് വെസലിനാണ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ.
ഒരു കാര്യം ടീച്ചർ പറഞ്ഞു തരട്ടെ, നിങ്ങളുടെ ആരും ശ്രദ്ധിക്കാതെ പോയൊരു സാധനമുണ്ട്. നിങ്ങൾക്ക് അവിടെ ഒരു ക്ലൂ ആണ് ശരിക്കും പറഞ്ഞാൽ തന്നേക്കണേ. എ ബി സി എന്ന് പറഞ്ഞ 3 ആൾക്കാരും എന്താണ്, ബ്ലഡ് വെസൽ ആണെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒന്ന് നോക്കിയേ, പോർട്ടൽ വെയിൻ ഒരു ബ്ലഡ് വെസൽ അല്ലേ, ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ ഒരു ബ്ലഡ് വെസൽ അല്ലേ. ഇനി മൂന്നാമത് വരുന്ന വീനക്കാവയും എന്താണ് മക്കളെ, അതും ഒരു ബ്ലഡ് വെസലാണ്. അപ്പൊ നിങ്ങൾക്ക് അവിടെ ക്ലൂ അടക്കമാണ് തന്നേക്കുന്നത്, എളുപ്പമായിട്ട് എഴുതാം. ഓക്കെ, ഹാർട്ടിലോട്ട് ബ്ലഡ് കൊണ്ടുപോകുന്നത് വീനക്കാവയാണ്, വീനക്കാവയിലോട്ട് ബ്ലഡ് കൊടുക്കുന്നത് ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ ആണ്, ലിവറിലോട്ട് ബ്ലഡ് കൊടുക്കുന്നത് ആരാണ് മക്കളെ, പോർട്ടൽ വെയിൻ. പറ മനസ്സിലായില്ലേ? അപ്പൊ എ ബി സി ആയിരിക്കാം നമ്മുടെ കിട്ടി, പോർട്ടൽ വെയിൻ, ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ, വീനക്കാവ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റൻ ഒന്ന് നോക്കിയാൽ മക്കളെ, ഇതിന് 2 മാർക്ക് കേട്ടാ, ഇതിന് 2 മാർക്കാണ്, മൊത്തം 4 മാർക്ക്. ഓക്കെ, ഇനി ശ്രദ്ധിച്ചേ, ഡു ഓൾ ന്യൂട്രിയൻസ് അബ്സോർബ്ഡ് ഫ്രം ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഹാവ് സെയിം പാത്ത്. അതായത് നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ എല്ലാ ന്യൂട്രിയൻസും സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചാണ് അബ്സോർബ് ചെയ്തെടുക്കുന്നത് അല്ലേ. അപ്പൊ ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ച് അബ്സോർബ് ചെയ്തെടുക്കുമ്പോൾ എല്ലാവർക്കും ഒരേ പാത്ത് തന്നെയാണ് ഉള്ളത്. അതാണ് അവിടെ ചോദിച്ചേക്കുന്നത്. ഡു ഓൾ ന്യൂട്രിയൻസ് അബ്സോർബ്ഡ് ഫ്രം ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഹാവ് സെയിം പാത്ത്? ക്വസ്റ്റ്യൻ മാർക്ക്. സെയിം പാത്താണോ ശരിക്കും പറഞ്ഞാല്? അല്ല, എല്ലാവർക്കും സെയിം പാത്ത് അല്ല, 2 പാത്തുകളാണ് എല്ലാവർക്കും ഉള്ളത് അല്ലേ. ഏതൊക്കെയാണ് മക്കളെ? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്. നോ എന്നുള്ള അവിടെ ഇതിന്റെ ഞാൻ പറഞ്ഞു, ഡു യു അല്ലെങ്കിൽ ഡസ് ഡു ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ യെസ് ഓർ നോ അവിടെ എഴുതിയേ പറ്റുള്ളൂ, നിർബന്ധമാണ്. ഓക്കെ, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗലാക്ടോസ്, അമിനോ ആസിഡ്. ഈ 4 ആൾക്കാരും പോണത് വേറെ വഴി, മറ്റേ 2 ആൾക്കാർ പോണത് വേറെ വഴി. ഓക്കെ, ഈ ആൾക്കാർ പോണ വഴി ഏതാണ് മക്കളെ? ബ്ലഡ് കാപ്പിലറി ആണ് അല്ലെ. അവർ പോണ വഴി ഏതാണ്? ബ്ലഡ് കാപ്പിലറി ആണ്. അങ്ങനെയെങ്കിൽ വേറെ 2 ആൾക്കാരുണ്ട്, ഫാറ്റി ആസിഡും ഗ്ലിസറോളും. ഇവര് പോണത് ഏത് വഴിയാണ് മക്കളെ? ദേ ആർ അബ്സോർബ്ഡ് ത്രൂ ലാക്റ്റിയസ്. അപ്പൊ നോക്കി, അവിടെ സെയിം പാത്താണോ വന്നത്? അല്ല, 2 വഴിയാണ് വന്നത് അല്ലേ. ആ 2 വഴിയും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആ ക്വസ്റ്റൻ ഒന്നുകൂടി വായിച്ചു നോക്കിയേ. ഡു ഓൾ ന്യൂട്രിയൻസ് അബ്സോർബ്ഡ് ഫ്രം ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഹാവ് സെയിം പാത്ത്? യെസ് ഓർ നോ? നോ. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ അത് എക്സ്പ്ലെയിൻ ചെയ്തു. സിമ്പിൾ വേർഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. വല്ലാണ്ട് നിങ്ങൾ ഹിസ്റ്ററി എഴുതുന്ന പോലെയോ മലയാളം എഴുതുന്ന പോലെ എസ് ആയിട്ട് എഴുതണ്ട കേട്ടോ. ജസ്റ്റ് ആ സാധനം മാത്രം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ അല്ലേ പറഞ്ഞത്? അടുത്ത ക്വസ്റ്റൻ നോക്കിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ ടൈപ്പ് ഓഫ് വാസ്കുലർ ടിഷ്യൂസ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് സ്ട്രക്ചേഴ്സ്. വാസ്കുലർ ടിഷ്യൂസിന്റെ പേരുകൾ എഴുതി എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. 2 ടൈപ്പ് വാസ്കുലർ ടിഷ്യൂസ് ആണല്ലോ ഉള്ളത്. ഏതൊക്കെയാണ്? സൈലോ, ഫ്ലോയോ. സൈലോ ഉണ്ട്, ഫ്ലോയോ ഉണ്ട്. അവർ 2 പേര് എഴുതാ, എന്നിട്ട് എന്ത് ചെയ്യുക, അതിന്റെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാം. സൈലത്തിന് അതിന്റെ 2 ആൾക്കാരാണുള്ളത് അല്ലേ. ഏതൊക്കെയാണ്? ഒന്ന് ട്രക്കീഡ്സും, രണ്ടാമത്തേതാണ് സൈലം വെസൽസും. അതിന്റെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെ, ഇതാണ് ട്രക്കീഡ്സ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്ത വേറൊരു വീഡിയോ ടീച്ചർ ഒറ്റക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒറ്റക്കുള്ളൊരു വീഡിയോ, ഇത് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ടീച്ചർ എന്ത് ചെയ്ത് വേറെ ഇട്ടിട്ടുണ്ട്. അത് പോയിട്ട് കാണാൻ ഡൗട്ട് ഉള്ളവർ കേട്ടോ. ഇത് ടീച്ചർ പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാണ്. ട്രക്കീഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഡെഡ് സെല്ലാണുള്ളത്. അതേപോലെ തന്നെ ഫോംസ് ദ സ്മോൾ വെയിൻസ് ഓഫ് ദ ലീഫ്. അതായത് ഇതൊക്കെ ഇതൊരു ലീഫാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഈ ചെറിയ ചെറിയ വെയിൻസ് ഇല്ലടാ, ഈ ചെറിയ ചെറിയ വെയിൻസ് ആണ് ട്രക്കീഡ്സ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ആൻഡ് അതിന്റെ ഷേപ്പ് എങ്ങനെ? ലോങ് സ്പിൻഡിൽ ഷേപ്പ് ആയിരിക്കും. ഇനി വെസലാണെന്നുണ്ടെങ്കിലോ അവിടെയും ഡെഡ് സെൽ. അപ്പൊ മൊത്തത്തിൽ പറഞ്ഞാൽ സൈലത്തിന്റെ ആൾക്കാരായിരിക്കും ഡെഡ് ആണ്. ഓക്കെ, ആൻഡ് ആസ് എ ക്രോസ് വാൾ ഹാവ് ലോങ് ഡിസിൻറ്റഗ്രേറ്റഡ് ലുക്ക് ലൈക്ക് ലോങ് പൈപ്പ്. അതായത് ഇതൊരു സെല്ല്, ഇതൊരു സെല്ല്, ഇതൊരു സെൽ, അങ്ങനെ പല സെല്ലുകളായിരുന്നു ഇവർക്ക്. പക്ഷെ ഇതെല്ലാം കൂടി ചേർന്നിട്ട് ഒറ്റ പൈപ്പായിട്ടാണ് തോന്നിക്കുക. അതാണ് സൈലം വെസലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ അല്ലേ. ഇനി ഫ്ലോയറ്റിനാണെങ്കിൽ 2 ആൾക്കാരുടെ സീവ് ട്യൂബും കമ്പാനിയൻ സെല്ലും. ഓക്കെ, ഇതാണ് സീവ് ട്യൂബ്, ഇതാണ് കമ്പാനിയൻ സെൽ. ഓക്കെ, ടീച്ചർ വേറെ കളറിൽ കാണിച്ചത് കേട്ടോ. ഇതാണ് സീവ് ട്യൂബ്, ഇത് കമ്പാനിയൻ സെല്ലാണ്. ഓക്കെ അല്ലേ. സീവ് ട്യൂബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിന് മുകളിൽ ഒന്നായിട്ടാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അതിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ നോക്കി, ഇതിൻ്റെ ഇടയിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഇതല്ല കേട്ടോ, ഇതല്ല, ഇതിൻ്റെ ഇടയിൽ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ പോൾസ് ഉണ്ടാവും. ഈ പോൾസിൽ കൂടിയാണ് ഫുഡ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ മൂവ് ചെയ്ത് പോവുക. ഓക്കെ, അതിൽ കൂടിയാണ് മക്കൾ എന്ത് ചെയ്യുന്നത്, ഫുഡ് മൂവ് അലോങ് വിത്ത് പോൾസ്. ഓക്കെ, കമ്പാനിയൻ സെൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സീവ് ട്യൂബിനൊപ്പം നിന്നിട്ട് എന്ത് ചെയ്യും, ഫുഡിന്റെ ട്രാൻസ്പോർട്ടേഷന് നമ്മളെ സഹായിക്കും. പറഞ്ഞാൽ മനസ്സിലായില്ലേ. ഇനി ഏറ്റവും മെയിനായിട്ടൊരു കാര്യം പഠിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും ഫംഗ്ഷൻ. ഇതിപ്പോൾ സ്ട്രക്ചർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇവരുടെ ഫംഗ്ഷൻ എന്താടാ? സൈലം എന്തിനു വേണ്ടി സഹായിക്കുക? ട്രാൻസ്പോർട്ടേഷൻ ഓഫ് അല്ലെ, ട്രാൻസ്പോർട്ട് വാട്ടർ. എന്തിനെ സഹായിക്കുക മക്കൾ? ട്രാൻസ്പോർട്ട് വാട്ടർ. ഫുഡ് ആണെങ്കിൽ ഫ്ലോയം ആണെങ്കിൽ എന്തിനെ സഹായിക്കുക? ട്രാൻസ്പോർട്ട് ഫുഡ്. പഠിച്ചു വെക്കാം കേട്ടോ, രണ്ടും പഠിച്ചു വെക്കാം. ഫംഗ്ഷനും പഠിക്കുക, സ്ട്രക്ചറും പഠിക്കുക. ഓക്കെ, ഈ ഡയഗ്രാംസ് നോക്കി പോകണം. കാരണം ഈ ഡയഗ്രാംസ് വന്നിട്ട് ഐഡന്റിഫൈ ദ ഫിഗർ എക്സ്, ഐഡന്റിഫൈ ദ ഫിഗർ വൈ.
write the function of x, write the function of y, explain the structure of x, explain the structure of y. ഇങ്ങനെയൊക്കെ ചോദിക്കാം, പല രീതിയിലും ചോദിക്കാം. അപ്പോൾ സ്ട്രക്ചർ, ഫംഗ്ഷൻ, പേര്, അതിൻ്റെ ഭാഗങ്ങൾ എല്ലാം പഠിച്ചിട്ട് വേണം പോവാൻ. ഓക്കെ അല്ലേ മക്കളെ പറഞ്ഞത്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ. Though photosynthesis is ultimately anabolism, it can also involve catabolism. അതായത് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് ആനാബോളിസം ആണ്. ആനാബോളിസം എന്ന് വെച്ചാൽ നമുക്കറിയാം അല്ലേ, കൂട്ടി കൂട്ടി ഉണ്ടാക്കുന്ന പ്രോസസ് ആണ് എന്ത്? ആനാബോളിസം. അതെന്തുകൊണ്ടാണ് ഫോട്ടോസിന്തസിസിന് ആനാബോളിസം എന്ന് പറയാനുള്ള കാരണം? കാരണം നമുക്കറിയാം ഫോട്ടോസിന്തസിസിൽ എന്താ ശരിക്കും പറഞ്ഞാൽ നടക്കുന്നത്? എന്ത് നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് നടത്തണേ? പറ മക്കളെ. ഫോട്ടോസിന്തസിസ് എന്ന് വെച്ചാൽ നമുക്കറിയാം ഫുഡ് ഉണ്ടാക്കാനാണ് നമ്മൾ ഫോട്ടോസിന്തസിസ് നടത്തുക അല്ലേ. ഫുഡ് ഉണ്ടാക്കാൻ നമ്മൾ എന്ത് നടത്തുന്നത്? ഫോട്ടോസിന്തസിസ് നടത്താം. നമുക്ക് എങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത് മനസ്സിലായതല്ലേ? ലൈറ്റ് ഫേസിലും ഡാർക്ക് ഫേസിലും വെച്ച് പഠിച്ചല്ലേ. ഗ്ലൂക്കോസ് ആണ് ഇവിടുത്തെ മെയിൻ ആയിട്ട് വരുന്ന ഫുഡ്. ഗ്ലൂക്കോസ് ഉണ്ടാക്കാൻ എങ്ങനെയാണ് മക്കളെ? ആരൊക്കെ കൂടി ചേർന്നിട്ടാണ്? ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും. ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും കൂടി ചേർന്നാണ് എന്തുണ്ടാവുന്നത്? ഫുഡ് ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ നോക്കിയേ, ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ കൂടി ചേർന്നാണ് അവിടെ എന്തുണ്ടാവുന്നത്? ഫുഡ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് ഉണ്ടാവുക. അപ്പോൾ കൂടി ചേർന്നുണ്ടാവുന്ന പ്രോസസ് ആണ് ഇത് ആനാബോളിസം. ആനാബോളിസം ആണെങ്കിൽ കൂടെ ഇറ്റ് ഈസ് ഓൾസോ കാറ്റാബോളിസം എന്ന് പറയുന്നത്. എന്താണ് മക്കളെ അതിനെ കാറ്റാബോളിസം എന്ന് പറയാനുള്ള കാരണം? കാരണം നമുക്കറിയാം അല്ലേ, ഇത് ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. വാട്ടറിനെ രണ്ടാക്കി തല്ലി പൊളിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ വാട്ടറിനെ രണ്ടാക്കിയിട്ട് എന്താക്കുന്നുണ്ട്? ഹൈഡ്രജനും ഓക്സിജനും ആക്കുന്നുണ്ട്. അപ്പോൾ നോക്കി അവിടെ ഒരു സ്പ്ലിറ്റിംഗ് അല്ലേ വന്നേക്കണം. നമുക്കറിയാം കാറ്റാബോളിസം എന്ന് വെച്ചാൽ എന്താ? സ്പ്ലിറ്റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഹൈഡ്രജൻ ഓക്സിജൻ ആക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിന് നമ്മൾ എന്തായിട്ട് അറിയപ്പെടുന്നു? കാറ്റാബോളിസം എന്ന് അറിയപ്പെടും. ഓക്കെ, അതിന്റെ ആൻസർ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബിക്കോസ് ദ സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ ഓൾസോ ടേക്ക് പ്ലേസ്. വാട്ടറിന്റെ സ്പ്ലിറ്റിംഗും എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിനറിയപ്പെടുന്ന പേരാണ് എന്ത്? കാറ്റാബോളിസം. ഇനിയിപ്പോൾ നിങ്ങളോട് കാറ്റാബോളിസത്തിന് പകരം ഇങ്ങനെ ചോദിക്കാണ്, വൈ ഫോട്ടോസിന്തസിസ് ഓൾസോ നോൺ ആസ് വൈ ഫോട്ടോസിന്തസിസ് ഈസ് ആൻ അനാബോളിക് പ്രോസസ്. എന്തുകൊണ്ടാണ്? കാരണം അവിടെ ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. എന്തൊക്കെ യൂസ് ചെയ്തിട്ട്? ബൈ ദ കോമ്പിനേഷൻ ഓഫ് ഹൈഡ്രജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. അങ്ങനെ ചോദിച്ചാലും എഴുതാൻ കിട്ടണം. ഓക്കെ അല്ലേ പറഞ്ഞ മക്കളെ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ നമ്മളെ. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഫ്ലോ ചാർട്ട് റിലേറ്റഡ് ടു ബയോമോളിക്യൂൾസ് ആർ ഗിവൺ ബിലോ. കംപ്ലീറ്റ് ഇറ്റ്. ബയോമോളിക്യൂൾസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലോ ചാർട്ട് ഇവിടെ തന്നിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടില്ല. ഓക്കെ, പറഞ്ഞ മക്കളെ, ആരൊക്കെയാണ് നമ്മുടെ ബയോമോളിക്യൂൾസ് ആയിട്ട് വരുന്നത്? 4 ആൾക്കാരാണ് ബയോമോളിക്യൂൾസ് ആയിട്ട് വരുന്നത് അല്ലേ. 1, 2, 3, 4. ഒന്നാമത്തെ കാർബോഹൈഡ്രേറ്റ്, മൂന്നാമത്തെ പ്രോട്ടീൻ. ബാക്കി 2 ആൾക്കാർ ആരൊക്കെയാണ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്? കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, ന്യൂക്ലിക് ആസിഡ്. ഓക്കെ, എഴുതുമ്പോൾ ശ്രദ്ധിച്ച് എഴുതണം കേട്ടോ, തോന്നിയ പോലെ എഴുതരുത്. ഓക്കെ, 1 കാർബോഹൈഡ്രേറ്റ്, 2ാമത്തെ ന്യൂക്ലിക് ആസിഡ് എഴുതാൻ പറ്റുമോ? ഇല്ല. 4ാമത്താണ് മക്കളെ എന്ത്? ന്യൂക്ലിക് ആസിഡ്. ഇത് നോക്കിയാൽ മക്കളെ, ഇവിടെ ABCD ഒന്നും നിങ്ങൾക്ക് തന്നിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് ഇത് എഴുതുകയും വേണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ? ഇതേ ഫ്ലോ ചാർട്ട് എന്റെ നോട്ട് പേപ്പറിലോട്ട് വരച്ചെഴുതാം. അല്ലാതെ നിങ്ങൾ തോന്നിയ നമ്പർ ഇട്ടുകൊടുത്ത് ഒരിക്കലും എന്ത് ചെയ്യരുത്? ഈ ഫ്ലോ ചാർട്ട് എഴുതരുത്. കാരണം നമുക്ക് അവിടെ നമ്പർ തന്നിട്ടില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ടീച്ചർ ഇപ്പോൾ കാണിച്ചത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചതാ. ബയോമോളിക്യൂൾസ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബ്ലാങ്ക് എടുക്കുക, ഇത് ബയോമോളിക്യൂൾസ്. ആൻസർ ഉണ്ട് ടീച്ചർ പറഞ്ഞ ആൻസർ ആണിത്, ബയോമോളിക്യൂൾസ്. എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു ആരോ മാർക്ക് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിനെ 4 ആക്കി സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? നമുക്ക് അവിടെ തന്നിട്ടുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? അവിടെ എടുത്ത് എഴുതാം, കാർബോഹൈഡ്രേറ്റ്. എന്നിട്ട് കിട്ടാത്തത് നിങ്ങൾ എഴുതുമ്പോൾ അവിടെ എന്ത് ചെയ്യുക? ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് എഴുതാം. ഓക്കെ, ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അവിടെ എന്താണോ പേര് എഴുതേണ്ടത് അത് എഴുതാം. ഓക്കെ, അടുത്തത് നിങ്ങൾക്ക് അറിയാവുന്ന സാധനമാണ്, നിങ്ങൾക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ എഴുതിക്കോ. അടുത്തത് നിങ്ങൾക്ക് അറിയാത്തതാണെങ്കിൽ, അതായത് അവിടെ ബ്ലാങ്ക് ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അവിടെ എഴുതുമ്പോൾ എന്ത് ചെയ്യുക? ഒന്ന് അണ്ടർലൈൻ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ടീച്ചർമാർക്ക് മനസ്സിലാവും നിങ്ങളെല്ലാം പഠിച്ച് അടിപൊളിയായിട്ട് ഇരിക്കുന്നത്, നിങ്ങൾ നന്നായിട്ട് ആൻസർ എഴുതിയിട്ടുണ്ട്, ഫുൾ മാർക്ക് കൊടുക്കുക. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു രീതിയിൽ ആൻസർ എഴുതാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇതൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അതേ ഡയഗ്രാം ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ 4ാമത്തെ ന്യൂക്ലിക് ആസിഡ് ആണ്. ഇതൊക്കെ അടുത്ത എന്താണെന്ന് നോക്കിയാൽ മക്കളെ ലിപ്പിഡ് ആണ്. അപ്പം എന്ത് ചെയ്യുക? അവിടെ കൊണ്ടുപോയിട്ട് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് വേണം എന്ത് എഴുതാനായിട്ട്? ലിപ്പിഡ് എന്ന് എഴുതാനായിട്ട്. എന്ത് ചെയ്തു? ബയോമോളിക്യൂൾസിന്റെ പേരുകൾ നിങ്ങൾക്ക് കിട്ടി. ബയോമോളിക്യൂൾസിന്റെ പേര് എഴുതിയപ്പോൾ തീർന്നു? അവിടെ ഇല്ല. അതിന്റെ എക്സാമ്പിളും നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എക്സാമ്പിൾ എഴുതുമ്പോൾ നോക്കിയാൽ മക്കളെ, കാർബോഹൈഡ്രേറ്റിന്റെ എക്സാമ്പിൾ ഗ്ലൂക്കോസ്, സുക്രോസ്, സ്റ്റാർച്ച്. ബാക്കി 2 ഡാഷ് തന്നേക്കണേ, അതായത് അവിടെ ഇല്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? അവിടെ അണ്ടർലൈൻ ചെയ്യുക. എന്ത് ചെയ്യുക? ഫ്രക്ടോസ്. അതേപോലെ തന്നെ പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്? ഫ്രക്ടോസ് കൂടാണ്ട് ഒരെണ്ണം കൂടി ഉണ്ട്, അതാണ് എന്ത്? സെല്ലോസ്. അപ്പോൾ ഇതൊക്കെ അണ്ടർലൈൻ ചെയ്തിട്ട് വേണം എഴുതാനായിട്ട്. ഓക്കെ,
ലിപ്പിൻ്റെ ആണെങ്കിലോ നിങ്ങൾക്ക് അവിടെ തന്നിട്ടുണ്ടോ? ഫാറ്റ്, ഓയില്, പിന്നെ എന്താ അവിടെ ഉള്ളത്? എന്താണുള്ളത്? എൻസൈം. അത് ലിപ്പിൻ്റെ അല്ല അല്ലേ, അത് പ്രോട്ടീൻസിൻ്റെ അല്ലേ? എൻസൈംസും ഹോർമോൺസും ആന്റിബോഡീസും. അത് മൂന്നും എന്താണ്? അത് നമ്മുടെ പ്രോട്ടീൻസിൻ്റെ ആണ്. അത് കൂടാതെ ലാസ്റ്റ് പറഞ്ഞാണ് എന്ത്? ന്യൂക്ലിക് ആസിഡ്, DNA, RNA. ഓക്കെ, അപ്പൊ വിട്ടുപോയതൊക്കെ എഴുതുമ്പോൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് എഴുതാം. ഓക്കെ അല്ലേ മക്കളെ? ഇവിടെ എന്ത് വരുന്നുണ്ട്? സെല്ലുലോസും വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എഴുതുമ്പോൾ എന്ത് ചെയ്യാം മക്കളെ? അണ്ടർലൈൻ ചെയ്തിട്ട് എഴുതാം. ഇനിയിപ്പോ നിങ്ങൾക്ക് ABCD തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ABCD എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. അപ്പൊ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെടണ്ട. ഇതിപ്പോ ഒന്നും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതെടുത്ത് അതേപോലെ തന്നെ വരച്ച് വലിയ ഭംഗിക്കൊന്നും വേണ്ട, ജസ്റ്റ് ആ പേരുകൾ ജസ്റ്റ് എഴുതാ, ആരോ മാർക്ക് ഇട്ട് കൊടുക്കുക, എഴുതാം. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിരുന്നു ടീച്ചർ വിചാരിക്കണ. അടിപൊളിയായിട്ട് പഠിക്കുക. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്നും കൂടി ഒന്ന് ചെയ്ത് പഠിച്ചു നോക്കുക. ഇത് കിട്ടുന്നുണ്ട്, സ്വന്തമായിട്ട് ചെയ്യാൻ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതെല്ലാം അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട്. നമ്മുടെ 2 ചാപ്റ്ററും അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട് അർത്ഥം. ഓക്കെ, അപ്പൊ എൻ്റെ മക്കൾ എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതാം. ഓൾ ദി ബെസ്റ്റ്, വിഷ് യു ലക്ക്.